ഹലോ. ആ കല്യാണം അതെ. നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ. അത് നടുവിൽ വെച്ച് നിർത്തേണ്ടി വന്നു കോൺവെർസേഷൻ. ഓക്കെ ഓക്കെ, മനസ്സിലായോ ആരാന്ന്? മനസ്സിലായി. ഓക്കെ, ഫൈൻ ഫൈൻ. സംസാരിക്കാൻ സമയമുണ്ടോ? സംസാരിക്കാം, കുഴപ്പമില്ല. ഒരു സെക്കൻഡ്, 10 സെക്കൻഡ് കേട്ടാ. ഞാൻ ഫോൺ എടുക്കുന്ന വിചാരിച്ചില്ല. ആ, ഞാൻ കുറച്ച് നേരം വിളിച്ചോണ്ടിരിക്കും. ഒരു മിനിറ്റ്. ഓക്കെ, സോ ഹായ്. പറയൂ. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്, തർക്കമല്ല കേട്ടോ. ആ അതിന് എനിക്ക് സമയമില്ല. സോ ഞാൻ like I just stumbled across one of your videos on YouTube. അതില് like the recent incident where a 23-year-old girl suicided because of ആ ഒരു ഇതുണ്ടായിരുന്നില്ല. And then you were addressing it. And you said, ഞാനത് ഫുള്ള് കണ്ടിട്ടില്ല. പക്ഷേ this one thing I noted was you said that you can fall in love with anyone but never a Muslim. Isn't that a very broad statement that creates ആ ടൈറ്റില് a കംപ്ലീറ്റ് lot of ആയിട്ടൊന്ന് prejudice? മലയാളത്തിൽ ഞാൻ ചെയ്ത വീഡിയോനെ കുറിച്ചല്ലേ ചോദിച്ചേ? അതിന്റെ തംബ്നെയിലിലെ ടൈറ്റിൽ ഒന്ന് കംപ്ലീറ്റ് പറയാമോ? നിങ്ങൾ പകുതിയാ പറഞ്ഞോളൂ. So I'll have to recheck it. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഉണ്ട്, മനസ്സിലായില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മളൊരു വീഡിയോയിലെ ടൈറ്റിലോ തംബ്നെയിലോ കൊടുക്കുമ്പോ അത് ഒറ്റ സെന്റൻസ് ആണ്, അതിനകത്ത് കുത്തുകോമയൊന്നും ഇല്ലല്ലോ. അപ്പോ അതൊരു സെന്റൻസ് ആണ്. ഞാൻ ഇട്ട ടൈറ്റിൽ മുസ്ലിങ്ങളെ പ്രേമിക്കുന്നവർ ജാഗ്രത, മുസ്ലിങ്ങളും എന്നാണ്. എക്സാക്ട്ലി. അതിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ലൈക്ക് യു കെൻ ഫോൾ ഇൻ ലവ് വിത്ത് എനിവൺ എക്സെപ്റ്റ് ദി പീപ്പിൾ ബിലോങ്ങിങ് ടു ദിസ് പർട്ടിക്കുലർ റിലിജൻ. പ്രണയിക്കുമ്പോ ജാഗ്രത വേണം. മുസ്ലിങ്ങളുമായിട്ട് പ്രണയത്തിലേക്ക് പറഞ്ഞുതരാം. മുസ്ലിങ്ങളുമായിട്ട് പ്രണയത്തില് വീഴുന്ന സമയത്ത് അതൊരു ടൈം പാസ് ആണെങ്കിൽ അതങ്ങനെ അങ്ങ് പോവും. അത് ഒരു കല്യാണത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവരും രണ്ടുപേരും മാത്രം വിചാരിക്കുന്ന രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവിടെ ക്ലിയർ ആയിട്ട് മതം പരിവർത്തനം എന്നൊരു നിർബന്ധിത സാഹചര്യം ഉണ്ട്. അത് ആ വ്യക്തിയിൽ നിന്ന് തന്നെ ഉണ്ടാവും. ഒരു 99% അതിനെ മറികടക്കുന്നത് പടവെട്ടിയിട്ടാണ്. അത് നോർമലായിട്ട് സംഭവിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു കുടുംബം വിചാരിച്ചാൽ പോലും നടക്കുന്ന കാര്യമല്ല അത്. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്റെ അറിവ് വെച്ച് ഏത് രണ്ട് റിലിജനിലുള്ള ആള് കല്യാണം കഴിച്ചാലും ആ ഒരു റേജും ഡിസ്ഇൻട്രസ്റ്റും ഇനീഷ്യലി ഫാമിലിന്റെ സൈഡിൽ നിന്ന് വരുമല്ലോ. അത് ഇന്ന റിലിജൻ അല്ല. ആൻഡ് ഡെഫിനറ്റ്ലി ഈ ഒരു ലൈക് ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം എന്ന് പറയുന്ന പോലത്തെ മതങ്ങളിൽ അവരുടെ വിശ്വാസം ഈ ഒരു മതം ഫോളോ ചെയ്തില്ലെങ്കിൽ നരകത്ത് പോകും, ആ ഒരു തോട്ട് ഉണ്ട്. ഹിന്ദുസിന്റെ ഇടയിൽ ആ ഒരു തോട്ട് ഇല്ല. അതായത് ഇത്രേ ഉള്ളൂ. അത് രണ്ട് മനുഷ്യർ തമ്മിലുള്ള വിവാഹമല്ല ഇസ്ലാമില് അംഗീകരിക്കുന്നത്. രണ്ട് മുസ്ലിങ്ങൾ തമ്മിലുള്ള വിവാഹം മാത്രമാണ്. You can marry Christian, you can marry the people of the book എന്നൊരു verse. No, definitely I've read a verse. വേഴ്സ് ഉണ്ട്. പക്ഷെ ഇസ്ലാമിക ശരീഅത്ത് അങ്ങനെയല്ല. ഇസ്ലാമിന്റെ ശരീഅത്ത് is based on Quran and Hadith അല്ലേ? ഇസ്ലാമിക ശരീഅത്തിൽ പക്ഷെ അങ്ങനെയല്ല എഴുതിയിട്ടുള്ളത്. ഈ ഖുർആനൊക്കെ വിശദീകരിച്ചിട്ടാണല്ലോ കർമ്മശാസ്ത്രം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇസ്ലാമിനകത്ത് നിങ്ങൾ ജൂതനോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ അഗ്നി ആരാധകരോ ആരുമാവട്ടെ, ദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പേടിക്കാനില്ലെന്ന് ഖുർആനിൽ വചനല്ലേ? പിന്നെന്തിനാ ദഅവ കോളേജ്? പിന്നെന്തിനാണ് ആളുകളെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? ദൈവത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഭയപ്പെടാനില്ല എങ്കിൽ എന്തിനാണ് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രബോധനം നടത്തുന്നത്? അങ്ങനെയല്ല. അത് ഖുർആൻ വചനങ്ങൾ ഇറങ്ങിയ സമയത്തൊക്കെ ഓരോരോ കോണ്ടെക്സ്റ്റിൽ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് പറയുമ്പോ അവര് പറയും അത് അങ്ങനെയല്ല, അവരാരായാലും കുഴപ്പമില്ല, ഒരു മുസ്ലിം ആയ പ്രശ്നമല്ല എന്നാണ്. അതേപോലെ തന്നെയാണ് ജൂത ക്രിസ്ത്യ. അത് ആ വചനത്തിന് ഇവർ കൊടുക്കുന്ന അർത്ഥം വെച്ച് നോക്കിയാൽ ക്രിസ്ത്യാനികളുമായിട്ടോ അല്ലെങ്കിൽ ജൂത സ്ത്രീ പെൺകുട്ടികളുമായിട്ടോ ഒക്കെ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ഒരു മുസ്ലിം ആയാൽ മതി. സിമ്പിളാണ്. ഇത് ഞാൻ പറയുന്നത് ഒരു മതം, സമൂഹം, കുടുംബം എല്ലാവരും ചേർന്ന് അതിജീവിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലേക്ക് ഇത്തരം പ്രണയങ്ങൾ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ സംഭവിക്കും. അതിന്റെ സാധ്യത മറ്റു വിഭാഗങ്ങളെ അപേക്ഷിച്ച് ഭയങ്കര കൂടുതലാണ് എന്ന് മാത്രമല്ല സ്ട്രെസ്സും ഭയങ്കര കൂടുതലാണ്.
അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഞാൻ ദൈവവിശ്വാസിയല്ല, 100% അല്ല. എനിക്ക് ഉം, ഒരു ദൈവത്തിനും വിശ്വാസമല്ല, ഒരു ഗ്രന്ഥങ്ങളിലും വിശ്വാസമല്ല. അത് ഏതോ ഉം, കാലത്ത് മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. ഉം, 100% എനിക്ക് ഉറപ്പാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉം, ഇപ്പൊ നമ്മളൊരു മെജോറിറ്റി പോപ്പുലേഷൻ കേരളത്തിൽ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈവൻ ഉം, അമംഗ് മുസ്ലിംസ്, ഉം, ഇത്തരം ഈ സ്കോളേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ആ, എന്താ ഉൾക്കൊള്ളുന്ന ആൾക്കാരെ വളരെ ചുരുക്കമാണ്. ഉം, മെജോറിറ്റി പേരും ന്യൂസാക്കന്മാരെന്തെങ്കിലും പറഞ്ഞാൽ പുച്ഛിച്ച് തള്ളുന്ന ഒരു സ്വഭാവമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഉം. അത് ഞാൻ ഞാൻ ഇതിനകത്ത് എന്താ പറഞ്ഞത്, നിങ്ങള് ഞാനിതിപ്പോ പറഞ്ഞതൊന്നല്ല, ഈ പശ്ചാത്തലത്തിൽ പറഞ്ഞല്ല. ഞാനിത് ആദ്യമേ പറയുന്ന ഒരു സെന്റൻസ് ആണ്. മുസ്ലിങ്ങളെ പ്രേമിക്കുന്നവർ ജാഗ്രത പുലർത്തണം, മുസ്ലിങ്ങളും ജാഗ്രത പുലർത്തണം ഇത്തരം പ്രണയങ്ങളിൽ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇത് ഐ അണ്ടർസ്റ്റാൻഡ് വൺ ഫാക്ട് ദാറ്റ് ഇപ്പൊ സ്നേഹിക്കുന്ന ഒരാള് ഓർത്തഡോക്സ് മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ട്. അത് വെൽ പുട്ട് ഇൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനോട് എനിക്ക് മുസ്ലിങ്ങളും ഒരു ജാഗ്രത എതിർപ്പുമില്ല. പാലിക്കണം. ഇപ്പോ രണ്ടാളുകൾ തമ്മിൽ പ്രണയത്തിലാവുകയാണെങ്കിൽ അവിടെ ആ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് വിടണം, അവര് മതം മാറുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. കുടുംബവും പള്ളി കമ്മിറ്റിയും ബാക്കി അയലോക്കക്കാരും മതസംഘടനകളും ഇത്തരം മതപരിവർത്തനം എന്ന് പറയുന്ന ഡിമാൻഡിനെ പുഷ് ചെയ്യുകയും അത് ഈ പയ്യന്റെ മുകളിലോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മുകളിലോ അത് നിർബന്ധിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ഈ അത് രണ്ടുപേരും ഫൈനാൻഷ്യലി ആൻഡ് ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കേൾക്കാൻ നിൽക്കില്ല, ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കും എന്നൊരു സ്റ്റാൻഡാണ് രണ്ടുപേർക്കും എന്നുണ്ടെങ്കിൽ അവിടെ മതത്തെ അങ്ങനത്തെ ആൾക്കാരെ പ്രശ്നമില്ലല്ലോ. എനിക്കറിയാം. ഞാനത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ മുസ്ലിം പുരുഷൻ കല്യാണം കഴിച്ചിട്ട് അല്ലെങ്കിൽ മുസ്ലിം പുരുഷനെ കല്യാണം കഴിച്ച് മതമൊന്നും മാറാതെ തന്നെ ജീവിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. തിരിച്ചുമുണ്ട്. Definitely, that is what I was trying to point out. അതുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ജനറൽ സിനാരിയോ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ആ വ്യക്തികൾ പോലും, ഇപ്പം ഞാൻ അങ്ങനെ അറിയാവുന്ന ആ വ്യക്തികൾ പോലും പലരും പല തരത്തിലുള്ള എന്താ പറയാ കോൺഫ്ലിക്റ്റുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവര് മതം മാറാത്തത് പോരാടിയിട്ട് ചെയ്യാതിരിക്കുകയാണ്. അവർക്ക് ഇപ്പോഴും സ്റ്റിൽ 10 വർഷത്തിന് ശേഷം 12 വർഷത്തിന് ശേഷം ഇതേ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മതം ആചരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും മതചിഹ്നങ്ങളെങ്കിലും അണിയാൻ അവരെ നിർബന്ധിക്കുന്നുണ്ട്. അവരതിനോട് ഫൈറ്റ് ഞാന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവിതകാലം അങ്ങനെ മുഴുവൻ. ഇല്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ടോട്ടലി കുടുംബത്തിൽ നിന്നൊക്കെ ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്നവരായിരിക്കും. ഡിറ്റാച്ച് ചെയ്യുന്നൊക്കെ അല്ല, സ്വന്തമായിട്ടൊരു സ്റ്റാൻഡും ബൗണ്ടറിയും വരയ്ക്കാൻ അത് അറിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എന്താ പറയാ അത് ഭയങ്കരമായിട്ട് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആ പ്രിവിലേജ് ഒരാള് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തർക്കിക്കാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത്രേ ഞാൻ ഉള്ളൂ. പല ഞാൻ പറയുന്നത് കോൺവെർസേഷൻ ഇതിനെ ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ എടുക്കുമ്പോഴാണ് മുസ്ലിങ്ങളെ ആ പ്രേമിക്കുന്നവർ പ്രിവിലേജ് ജാഗ്രതയിൽ ഒരാൾ സ്വയം ഉണ്ടാക്കുന്നതല്ലേ. ആണ് അതൊരു സ്ത്രീ ആണെങ്കിലും ആണ് പുരുഷനാണെങ്കിലും ആണ് നമ്മളുടെ ലൈഫിൽ അത് അതന്നെ ചോയ്സസ് പറഞ്ഞത്. ഞാൻ എടുക്കുക അതന്നെ പറഞ്ഞത്. എന്നൊരു ഇപ്പം പ്രിവിലേജ് ഇപ്പൊ ഇസ് ഞാൻ സെൽഫ് പറയട്ടെ, മെയ്ഡ്. ഞാൻ അതിനകത്ത് പറയുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലാവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി. എത്ര വിശ്വാസമുള്ള ആളാണെങ്കിൽ പോലും ഇവര് കല്യാണവും അതുമായി ബന്ധപ്പെട്ട കോൺസിക്വൻസസ് ഒന്നും ആ സമയത്ത് ആലോചിക്കുന്നില്ല. ഇവര് പ്രണയത്തിലാവുന്നു. ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഏജ് യു ഫോൾ ഇൻ ലവ് വിത്ത്, അതൊരു ഫാക്ടർ ആണ്. എങ്ങനെ? ഏത് പ്രായത്തിലാണ് പ്രണയത്തിലാവുന്നത് എന്നതും ഈ അതെ ഒരു അതെ അതെ. കാര്യം ഞാൻ ആലോചിക്കുന്നുണ്ടോ പറയുന്നത് എന്നുള്ളത് ഒരു സാധാരണഗതിയിൽ ഫാക്ടറാണ്. ഒരു കൗമാരകാലത്തൊക്കെ വരുന്ന പ്രണയങ്ങളെ പറഞ്ഞ ഒരു ഏർലി 20s അല്ലെങ്കിൽ കലാലയത്തിലൊക്കെ ലേറ്റ് പഠിക്കുന്ന 10s. സമയത്ത് അപ്പം ടീനേജിന്റെ എൻഡിലും ആ ജസ്റ്റ് നമ്മൾ 2021ലേക്കൊക്കെ വന്ന സമയത്തൊക്കെ ഉള്ള പ്രണയങ്ങളിലുള്ള പ്രശ്നം, ആ സമയത്ത് ഇവരിത് കല്യാണത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചോ ഇതിന്റെ സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ചോ ഒന്നും അവരെ ബോധവടല്ല. അവര് പ്രണയത്തിലാണ്, ആ പ്രണയത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അത്രയും ഭാഗം കഴിയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു ഭാഗത്ത് മുസ്ലിം കുട്ടിയാണെങ്കിൽ എത്തിപ്പെടുന്ന ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട്. അത് ഒരാളല്ല അത് ഫേസ് ചെയ്യുന്നത്, രണ്ടുപേരുമാണ് ഫേസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രണയത്തിലാവുന്ന ആളുകൾ തമ്മിൽ, ഇപ്പം പുരുഷൻ ഒരു മുസ്ലിം ആൺകുട്ടി മുസ്ലിം ഒരു ഹിന്ദു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുമ്പോൾ ഈ പയ്യൻ ഈ പെൺകുട്ടിയുടെ മതം മാറ്റിയോ മുസ്ലിം ആക്കണം എന്ന ഉദ്ദേശത്തിൽ പ്രണയിച്ചതായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ അവൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പ്രണയത്തിന്റെ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതിനെന്താ, നമ്മൾ രണ്ട് മനുഷ്യന്മാരല്ലേ, നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു കല്യാണത്തിന്റെ സ്റ്റേജിലേക്ക് ഒരു ആലോചന എത്തുമ്പോൾ ഈ പയ്യൻ ആ സ്റ്റാൻഡിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും. അതൊരു കാരണം എന്താ വെച്ചാൽ ഇവൻ ഒരു ഞാൻ പറഞ്ഞുതരാം എന്താ അതിന്റെ പ്രശ്നം വെച്ചാൽ, ഒരാൾ ദൈവവിശ്വാസി ആണെങ്കിൽ അവനെ സംബന്ധിച്ച് വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞാൽ നിക്കാഹിലൂടെ മാത്രം ഹലാലായി കിട്ടുന്ന ഒരു സാധനമാണ്. നിക്കാഹ് സാധുവാകണമെങ്കിൽ ഈ പെൺകുട്ടി എന്താവണം? മുസ്ലിം ആവണം. മുസ്ലിം അല്ലാത്ത ഒരാളെ നിക്കാഹ് ചെയ്ത് കൊടുക്കില്ല. ഓ, അങ്ങനെയുണ്ടോ? അതാണ് മതത്തിന്റെ നിയമം.
അതുകൊണ്ടല്ലേ നമ്മുടെ ഇവിടെ ഒരു 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 ഇപ്പം എന്താ പറയാ ഇവിടുത്തെ ഒരു അല്ല, രാഷ്ട്രീയ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഉം, നേരത്തെ പറഞ്ഞു ഖുറാനിൽ തന്നെ ഏം, എന്താ ക്രിസ്ത്യൻസിനെയും ജൂസിനെയും കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ പറയുന്ന നിക്കാഹ് ഉം. രണ്ടുപേരും മുസ്ലിം ആണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. രണ്ടും കോൺഫ്ലിക്റ്റിംഗ് അല്ലേ? ആണ്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഖുറാനിലും ഹദീസിലും ഒക്കെ ആയിട്ടുണ്ട്. ഉം. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. ഇന്ന് നമ്മളെ ആ, മുസ്ലിം സൊസൈറ്റി നിൽക്കുന്നത് ഖുർആനിന്റെ ടെക്സ്റ്റിൽ എന്ത് പറഞ്ഞു നോക്കിയിട്ടല്ലല്ലോ. ഉം, ഇസ്ലാം ഉം, എന്ന് പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞ ഒരു ഇസ്ലാം ഇവിടെയും, ഷിയ എന്ന് പറയുന്നത് വേറെ എവിടെയുണ്ട്. ഉം, ഇവരുടെ ഒരു കർമ്മശാസ്ത്ര കാഴ്ചപ്പാടുകളുണ്ട്. അവരുടെ ഫിഖ് എന്ന് പറയും, ശരീഅത്ത് ഉം, എന്നൊക്കെ പറയുന്നത്. ഉം, അതിൽ നിന്ന് ഇവർ നിർദ്ധരിച്ചെടുത്ത് നിയമമാക്കി വെച്ചിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം സമൂഹം ജീവിച്ചു പോകുന്നത്. ഉം. അപ്പം ഈ നിക്കാഹ് എന്ന് പറയുന്നത് ഒരു നിർബന്ധിത സാഹചര്യത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. മറ്റു മതങ്ങളിലൊക്കെ വിവാഹം നടക്കും. അങ്ങനെ വിവാഹം കഴിച്ച് ജീവിക്കുന്നവർ വ്യഭിചരിക്കുകയാണെന്നൊന്നും നാട്ടുകാർ പറഞ്ഞു നടക്കൂല. ഓ, ഇവിടെ പക്ഷെ അങ്ങനെ ഒരു ഇസ്ലാമിൽ അങ്ങനെയല്ല. പറച്ചിലുണ്ട്. ഡെഫിനറ്റ്ലി അതൊരു തോട്ട് ഉണ്ട്. ആ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഒരു മനസ്സിലായി. ഭാഗത്തുള്ള ആള് മുസ്ലിം ആണെങ്കിൽ അയാളൊരു മതവിശ്വാസിയാണെന്ന് വിചാരിച്ചോ, ഉം. അയാളെ സംബന്ധിച്ച് തന്റെ പങ്കാളി മുസ്ലിം ആവാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലെത്തും. അവിടെയാണ് ഈ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, അപ്പോ ഇതിനെക്കുറിച്ചൊരു ഒരു ബോധ്യം മുസ്ലിങ്ങളുമായിട്ട് പ്രണയത്തിലാവുന്നവർക്കും വേണം, മുസ്ലിങ്ങൾക്കും വേണം. കാരണം ഈ ഈ ഒരു ഓക്കെ, ദാറ്റ് കോൺസിക്വൻസസിൽ അബ്സല്യൂട്ട്ലി മേക്ക് സെൻസ്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് തോന്നിയത് എന്താ വെച്ചാല്, ഇങ്ങനെ ഒരു ബ്രോഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുമ്പോൾ ദാറ്റ് ക്രിയേറ്റ്സ് എ സോർട്ട് ഓഫ് ഡിസ്ക്രിമിനേഷൻ നോ, അമംഗ് ഞാൻ ആ ഒരു സെന്റൻസ് ക്ലൈമേഴ്സ്. പകുതിക്ക് വെച്ച് നിർത്തിയിരിക്കുകയാണെങ്കിൽ ഓക്കെ. മുസ്ലിങ്ങളെ പ്രേമിക്കുന്നവർ ജാഗ്രത എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ ഓക്കെ. ഓക്കെ. ഞാൻ രണ്ട് ടെക്സ്റ്റ്, മുസ്ലിങ്ങളെ പ്രേമിക്കുന്നവർ എന്ന ഭാഗവും മുസ്ലിങ്ങൾ എന്ന് പറയുന്നതും ഒരേ സൈസ് ഓഫ് ടെക്സ്റ്റിലാണ് പക്ഷെ എഴുതിയിട്ടുള്ളത്. യെസ്, ട്രൂ. പക്ഷെ ഒരു ആ, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വാട്ട് ക്യാച്ചസ് ആർ ഐസസ് ഇതിലെന്താണ് മുസ്ലിങ്ങളെ ഇതിലെന്താണ് പ്രേമിക്കുന്നവർ മുസ്ലിങ്ങൾ ജാഗ്രതയാണ്. ജാഗ്രത പാലിക്കാനുള്ള കാര്യം എന്താണ്? ഇത് രണ്ടും കൂടി ഒറ്റ സെന്റൻസ് ആണ്. ഇവിടെ ഈ മുസ്ലിങ്ങൾ ജാഗ്രത പാലിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. ആ. ഇങ്ങനെയാണ് സിറ്റുവേഷൻ എന്നിരിക്കെ ഇതിനെ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ ആയിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ പേര് ഇവിടെ ഉണ്ട്. ലവ് ജിഹാദ് ഉണ്ട് എന്ന് സ്ഥാപിക്കാനും, ലവ് ജിഹാദാണ് Exactly, you are coming to the point I wanted to say. പറയൂ. എല്ലാ പ്രണയങ്ങളും ലവ് ജിഹാദാണ് എന്ന് വാദിക്കാനും നടക്കുന്നവരുണ്ട്. യെസ്. മനസ്സിലായോ? അപ്പൊ അതായത് ഒരു മുസ്ലിം പെൺകുട്ടിയോ ഒരു മുസ്ലിം ആൺകുട്ടിയോ, പ്രത്യേകിച്ച് മുസ്ലിം പുരുഷൻ ഒരു അമുസ്ലിം പെൺകുട്ടിയുമായിട്ട് പ്രണയിക്കുന്നതൊക്കെ ലവ് ജിഹാദാണ് എന്ന് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുകയും അതിന് പണിയെടുക്കുകയും ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ചുറ്റിലുണ്ട്. ആ കാര്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നതിലും അവർ ജാഗ്രത പുലർത്തണം. ഇപ്പൊ ലാസ്റ്റ് മരണപ്പെട്ട കുട്ടിയുടെ കാര്യത്തിൽ ഇവർക്ക് കല്യാണം നടത്തി കൊടുക്കില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അതിന് പകരം മുസ്ലിം ആകണം എന്ന നിബന്ധന വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിർബന്ധിത പരിവർത്തനാണ്. അതൊരു ഫോഴ്സ്ഫുൾ കൺവേർഷൻ ആണ്. ലീഗലി പണിഷബിൾ ആണ്. ക്രിമിനൽ കുറ്റാണത്. ഈ സാധനത്തിന് ഇങ്ങനെ വരുമ്പോ ലവ് ജിഹാദ് ആക്ഷേപമായി നടക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടി. അപ്പൊ ഇവരുടെ തുടക്കത്തിൽ ഈ പയ്യൻ ഈ പെൺകുട്ടിയെ പ്രണയിച്ചത് മതപരിവർത്തനം നടത്തിപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണോ അല്ലെങ്കിൽ അവൻ ജിഹാദ് മൈൻഡിലാണോ എന്നൊന്നും ഇവിടെ ഇനി പ്രസക്തമല്ല. മനസ്സിലായോ? ഇതാണ് ഞാൻ പറയുന്ന പ്രശ്നം. അപ്പൊ ഇത് മുസ്ലിങ്ങളെ പ്രേമിക്കുന്നവരും ജാഗ്രത പുലർത്തണം, മുസ്ലിങ്ങളും ജാഗ്രത പുലർത്തണം. ഞാൻ ജാഗ്രത പുലർത്താൻ പറഞ്ഞത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രണ്ടുപേരുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടേ അല്ല, നമ്മുടെ സൊസൈറ്റി ഇന്ന് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. ഇത് രണ്ട് തല മൂർച്ചയുള്ള വാളാണ്. ഒന്നുകിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി വ്യക്തികളുടെ പ്രണയത്തെയും പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഈ ഒരു പെൺകുട്ടിയുടെ സൂയിസൈഡിൽ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം തോന്നിയത് എന്ന് വെച്ചാല്, നൗ ഇറ്റ്സ് ലൈക്ക് പീപ്പിൾ ക്യാൻ സേ ഓക്കെ കണ്ടോ, കേരള സ്റ്റോറി പണ്ടേ സത്യമായിരുന്നു, ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ, ഇപ്പൊ കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മുസ്ലിങ്ങളും ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞത്. ഇതിൽ ഞാൻ എന്റെ സജഷനും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് പോവല്ലേ ചെയ്തിട്ടുള്ളത്. എന്റെ മുന്നിൽ ഞാൻ ഈ പ്രശ്നത്തെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ മുന്നോട്ട് വെക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, മതം മാറി വരുന്ന ആളുകൾ ഒന്ന് പ്രണയത്തോടു കൂടി തന്നെ അവർ അനിസ്ലാമിക പ്രവൃത്തി ചെയ്തു എന്നാണ് മതത്തിന്റെ കാഴ്ചപ്പാട്, ഇല്ലേ? ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി മാരേജ് രജിസ്റ്റർ ചെയ്താൽ പോരെ? മതി. ഞാൻ പറഞ്ഞത് അത് അങ്ങനെ ചെയ്ത് ജീവിക്കാൻ. ഈ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇതിലൊരാൾ വിശ്വാസിയാകുമ്പോൾ അയാൾക്ക് പോലും മതപരമായിട്ട് വിശ്വാസപരമായിട്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. കാരണം നിക്കാഹ് കഴിഞ്ഞേ പറ്റൂ.
അതുവരെ അവർ അല്ലെങ്കിൽ അത് പരിശുദ്ധ പ്രണയം വ്യഭിചാരം എന്നുള്ളൊരു ഇതൊക്കെ വരും. വരും. അപ്പൊ അത് ഒരു ഭാഗത്ത് വരും. രണ്ടാമത്തെ വീട്ടിൽ നിന്നുള്ള പ്രഷർ വരും. അപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് ഇവിടെ പല സംഘടനകളും ഇവരെ സമീപിക്കുന്നത്. എനിക്കറിയാം ഇങ്ങനെ പ്രണയത്തിലാകുന്ന ആളുകൾക്ക് മതപരിവർത്തനം നടത്തണം എന്നൊരു ഘട്ടത്തിൽ എത്തുമ്പോൾ അതിന് സഹായം തേടി ചെല്ലാവുന്ന സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനത്തെ കുട്ടികളെ 1 മാസവും 2 മാസമൊക്കെ താമസിപ്പിച്ച് ഈ ആ കാര്യത്തിനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മതം പഠിപ്പിച്ച് മതം മാറ്റി നിക്കാഹും കഴിപ്പിച്ചു കൊടുത്ത് ഈ പെൺകുട്ടിയുടെ വാപ്പയോ അച്ഛനോ അമ്മയോ ഒന്നും അറിയാതെ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇത് മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കേരളത്തിലുണ്ടോ? പറ്റാത്ത സിറ്റുവേഷൻ കേരളത്തിലുണ്ട്, മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്. അയ്യോ. അപ്പൊ ഇത് ഭയങ്കര അപകടമാണ്. ഓ, അതാണ് അതിലൊന്നായിരുന്നു നമ്മുടെ അവര് ഗ്രീൻ വാലി എന്ന് പറയുന്ന മറ്റേ മഞ്ചേരിയിലെ സ്ഥാപനം. പോപ്പുലർ ഉം. ഫണ്ടിന്റെ അടച്ചുപൂട്ടിപ്പോയി. ഇപ്പോഴും ഉണ്ട്. എന്താണ് സ്ഥാപനത്തിന്റെ പേരെന്ന്? ഈ പൊന്നാനിയിലുണ്ടല്ലോ. പൊന്നാനിയിലുണ്ട്. അതാണ് ആ ഈ ന്യൂസ് ഗ്രീൻ വന്നത്. വാലി മഞ്ചേരിയിലുണ്ടായിരുന്നു. ഇതെന്തിനാണ് ഈ പണിക്ക് എന്തിനാണ് മതസംഘടനകൾ നിൽക്കുന്നത്? അവരുടെ പണി അതാണോ? ഇപ്പൊ ഒരു ഇൻഡിവിജ്വലിന് ഇസ്ലാം സ്വീകരിക്കണോ വേണ്ടേ? അത് അയാളുടെ വ്യക്തിപരമായ ചോയ്സ് അല്ലേ? അല്ലാതെ എക്സാക്ട്ലി. വേറെ ഒരുത്തൻ പ്രണയിച്ചു കൊണ്ടിരുന്ന ഹിന്ദു പെൺകുട്ടീനെ ക്രിസ്ത്യൻ പെൺകുട്ടീനെ താമസിപ്പിച്ച് മതം പഠിപ്പിച്ചു കൊടുക്കാൻ ഈ മതത്തിന്റെ സംഘടനക്ക് എന്താ ഉത്തരവാദിത്വം? അവിടെയാണ് ഈ പറയുന്ന ആരോപണങ്ങൾക്കൊക്കെ തെളിവാകുന്നത്. മനസ്സിലായി? ഞാൻ പേഴ്സണലി ആ ഒരു വേർഡ് പിന്നെ ടെർമിനോളജീനെ എൻഡോസ് ചെയ്യാത്ത ആളാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അതിന് ലീഗൽ വാലിഡിറ്റി ഇല്ലാത്തതുകൊണ്ട്. ഇന്ത്യയിലെ നിയമപരമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പാർലമെന്റോ അല്ലെങ്കിൽ പിന്നെ കോടതിയോ അംഗീകരിച്ചിട്ടില്ലാത്തൊരു കാര്യം കൊണ്ട് അത് യൂസ് ചെയ്യുന്നത് കേവലമായ പ്രൊപ്പഗാൻഡ ടൂളായിട്ടായതുകൊണ്ടും ആ ടെർമിനോളജി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ അതേ ആക്ഷേപം ഉന്നയിക്കാവുന്ന നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് മറ്റു മനുഷ്യര്. ഇനി നിങ്ങൾ ഇപ്പുറത്ത് നിന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഒരു ഹിന്ദു പെൺകുട്ടിയുടെയോ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെയോ പിതാവിന്റെ സ്ഥാനത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഡെഫിനറ്റ്ലി അത് എന്താണെങ്കിലും ഒരാളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് അല്ലല്ലോ അത്. അല്ല. അത് മാത്രമല്ല, ഇതുകൊണ്ടുണ്ടാകാവുന്ന ഒരു വലിയ പ്രശ്നം എന്താ അറിയോ? ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പൊ നമ്മളൊക്കെ മക്കള് പ്രണയത്തിലാവുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തമാശയാണ്. സ്കൂൾ പഠിക്കുന്ന ആൾക്ക് ഒരു പ്രണയമുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ അതിനെ ആ ഒരു ആ സീരിയസ്ലി എടുക്കുള്ളൂ. സോറി. അതേ സമയത്ത് ഇത്തരം കഥകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയും അതിന്റെ മുകളിൽ കൂടി ഈ ആത്മഹത്യയുടെ വിഷയം കേൾക്കുകയും ആത്മഹത്യക്കുറിപ്പിലെ വിവരം വായിക്കുകയും ചെയ്ത ഒരു ഹിന്ദു അമ്മ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ അമ്മ, ഒരു പെൺകുട്ടിയുടെ അമ്മ, അവരുടെ മകൾ ഒരു മുസ്ലിമായിട്ട് പ്രണയത്തിലാണ് എന്ന് അറിയുന്ന ഘട്ടത്തിൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? പിന്തിരിപ്പിക്കാൻ അവർ ഭയങ്കര പേടിയിലാണ്. ഈ ഭയവും സംശയവും ഉണ്ടാക്കുന്നതിൽ ഇത്തരം ഈ കൺവേർഷൻ സെന്ററുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നിക്കാഹ് ചെയ്ത് കൊടുക്കൂല എന്ന് പറയാലോ. പ്രണയിച്ചു വരുന്നവർക്ക് പ്രണയം എന്തായാലും അനിസ്ലാമികാണ്. കല്യാണം അനിസ്ലാമികായിട്ട് ചെയ്യട്ടെ, അവര് സ്പെഷ്യൽ മാരേജ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മുസ്ലിം പെൺകുട്ടികളെ നിക്കാഹ് പിന്നെ മതം മാറി എന്ന കാരണം കൊണ്ട് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പള്ളി കമ്മിറ്റിക്കാർ സ്റ്റാൻഡ് എടുക്കുക, മതസംഘടനകൾ തീരുമാനിക്കുക. മതം മാറ്റ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കല്യാണ ആവശ്യത്തിന് വേണ്ടി മതം മാറ്റത്തിന് പരിശീലനം കൊടുക്കാൻ ഈ സ്ഥാപനങ്ങൾ തയ്യാറാവാതിരിക്കുക. എന്തിനാണ് അങ്ങനത്തെ കുട്ടികളെ 2 മാസമൊക്കെ വീട്ടിൽ നിന്ന് പിരിച്ചു നിർത്തി ഈ കുട്ടികളുടെ അച്ഛന്റെ അമ്മയും സമ്മതമില്ലാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ കുട്ടി മുസ്ലിമായി അത് സ്വന്തം നിലക്കാണെന്ന് ഈ കുട്ടി കോടതിയിൽ പറയും. പ്രണയത്തിന്റെ ഇതിൽ എന്തും പറയും കോടതി പോയിട്ട്. ആ കുട്ടി സ്വബോധത്തിൽ ഹാദിയ കേസിന് അവരുടെ പേഴ്സണൽ ലൈഫ് ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് കടക്കുന്നില്ല, അർത്ഥമല്ല. പക്ഷെ ആ കല്യാണം ഫ്ലോപ്പായി, അവർ ഡിവോഴ്സായി, ഇവർ വേറെ ആളുമായിട്ട് കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്നു. ഞാൻ പറയണത് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് രക്ഷിതാക്കളുടെ പെർമിഷൻ പോലും ഇല്ലാതെ ഇത്തരം സ്ഥാപനങ്ങൾ ഈ പെൺകുട്ടികളുടെ വലിയ എന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ ഇസ്ലാമിക നിക്കാഹില് പെൺകുട്ടിയുടെ വലിയ വേണമല്ലോ നിക്കാഹിന്. ഇവരെങ്ങനെ അതിനെ മറികടക്കുന്ന അറിയോ? ഒരു പെൺകുട്ടി മുസ്ലിമായി മാറുന്നതോടുകൂടി അമുസ്ലിങ്ങളായിട്ടുള്ള വലിയന് നിക്കാഹിനുള്ള അവകാശം നഷ്ടപ്പെടും. വലിയ എന്ന് പറഞ്ഞാല് പെൺകുട്ടിയുടെ എന്താ പറയാ രക്ഷാധികാരി. മനസ്സിലായോ? എന്നിട്ട് മുസ്ലിം സമൂഹത്തിലുള്ള ഒന്നുകിൽ പള്ളിക്കത്തെ കാളിയോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും നാട്ടുപ്രമാണിയോ ഈ പെൺകുട്ടിയുടെ വലിയായി നിന്നിട്ട് ഈ പെൺകുട്ടിയെ കേരളത്തിൽ നടക്കുന്നുണ്ടോ? ഇത് കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞതേ.
ഞാനൊരു ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് വരുന്നത്, ഹാദിയ പക്ഷേ കേസിന്റെ ദിസ് ഉദാഹരണം എടുക്കാം. സർപ്രൈസസ് മീ. നിരവധി സംഭവങ്ങളുണ്ട്. ഇപ്പൊ സുപ്രീം കോടതി വരെ പോയിട്ട് ആ പെൺകുട്ടിയുടെ ചോയ്സിന്റെ ഒപ്പം നിന്നാണ് ഹാദിയ കേസ്. ഹാദിയ കേസിൽ ഹാദിയ ഈ പയ്യനെ കല്യാണം കഴിച്ചപ്പം ആരാണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്? ഏതോ ഒരു ചങ്ങാതി ഗ്രീൻ വാലിയിൽ ഏതോ രണ്ട് മൊയിലിയാര്. അഡൽട്സ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ പാരന്റ്സിന് വലിയ പ്രസക്തി ഇല്ല. അത് ഇസ്ലാമിൽ ഇന്ത്യൻ അങ്ങനെ ഒരു നിയമമാണ്. കല്യാണം ഇല്ല. ഒന്നാമത്തെ കാര്യം ഇസ്ലാമിൽ ഇസ്ലാമിന്റെ അങ്ങനെ. കാര്യമല്ല ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ നമുക്ക് രണ്ട് അഡൽട്സ് ഒരാളെ അതാ കല്യാണം ഞാൻ കഴിപ്പിക്കാൻ പറഞ്ഞത്. കൊടുത്താൽ പാരന്റ്സിനോട് ഒരു പ്രസക്തിയും അതാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം സംഘടനകളും സമുദായവും ഒറ്റക്കെട്ടായിട്ട് എടുക്കേണ്ട തീരുമാനം. അപ്പൊ പാരന്റ്സിന്റെ അനുവാദം ഇല്ലാതെ ചെയ്തു എന്ന് നമുക്കൊരു 18-20 വയസ്സ് അങ്ങനെയല്ല പറയുന്നത്. ഞാൻ പറയുന്നത് മതപരമായ കല്യാണ നിയമം അനുസരിച്ച് പാരന്റ്സ് നിർബന്ധമാണ്. വലിയ എന്നാണ് അതിന് പറയാ, നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരമുള്ള ആള്. അതായത് എന്റെ മകൾ ഇന്നവളെ ഒന്നീ ഫാദർ, അപ്പം സ്ത്രീകൾ പറ്റത്തില്ല, ഉമ്മയും വല്യമ്മയൊന്നും പറ്റില്ല. ഒന്നീ പിതാവ് പിതാമഹനൊക്കെ ആണെങ്കിൽ കുട്ടിയുടെ സമ്മതം പോലും ചോദിക്കണ്ട. ഇപ്പൊ കന്യകയായ പെൺകുട്ടിയാണെങ്കിൽ സമ്മതം പോലും ചോദിക്കാതെ അങ്ങാടിയിൽ നിന്ന് കാണുന്ന ഒരുത്തന്നെ വഴിയിൽ വെച്ച് നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ പോരാ. ഇതാണ് ഇസ്ലാമിന്റെ മത നിയമം. ഞാൻ പറഞ്ഞ അത് വേറെ ചർച്ചയാണ്, അത് നമുക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വിഷയത്തില് അങ്ങനെ ആയിരിക്കെ വലിയ ഉണ്ടാവണമെന്ന ഇസ്ലാമിന്റെ മതനിയമം അനുസരിച്ച് നോക്കുമ്പോൾ പോലും പെൺകുട്ടിയുടെ വാപ്പയും ഉമ്മയും ഒക്കെ ജീവനോടുണ്ട്, വല്യപ്പയും ജീവനോടുണ്ട്. പക്ഷെ അത് ഒരു അമുസ്ലിമാണ്. ഈ പെൺകുട്ടി ഈ മതം മാറുന്ന, ഈ കല്യാണത്തിന് വേണ്ടി മതം മാറിയ സാഹചര്യത്തിൽ ഈ രക്ഷിതാക്കൾക്ക് ഈ വലിയ എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടും. ഇനിയിപ്പോ ഇവര് സമ്മതിച്ചു കൊടുക്കാന്ന്, ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഒരു അശോകനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ചന്ദ്രനോ ആരെങ്കിലും ഒരു ജോസഫോ ഇവര് ഈ പെൺകുട്ടിയുടെ മതം മാറ്റം അംഗീകരിച്ചു എന്ന് വിചാരിച്ചോ, സപ്പോസ്. എന്നാൽ പോലും ഇവര് കല്യാണം കഴിക്കാനും സമ്മതിച്ചു കൊടുത്തു. എന്നാലും ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള അവകാശം ഈ പിതാവിന് കിട്ടില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പൊ എന്നിട്ട് ഈ പെൺകുട്ടിക്ക് ഒരു ലോക്കൽ രക്ഷിതാവ് ഉണ്ടാവുക ചെയ്യുക, ഒരു ഗാർഡിയൻ, ഒരു വലിയ. എന്നിട്ട് അയാളാണ് ഈ പെൺകുട്ടിയുടെ ആളായിട്ട് നിന്നിട്ട് ഇന്ന ആളെ ഞാൻ എന്റെ സംരക്ഷണത്തിലിരിക്കുന്ന ഇന്നവരെ ഇന്ന മഹറിന് പകരം എനിക്ക് ഞാൻ നിക്കാഹ് തന്നു എന്ന് പറയണേ. ഇവൻ ആരാണ് അത് ചെയ്യാൻ? ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അപ്പുറത്തുണ്ട്. ഈ വൃത്തികേട് കേരളത്തിൽ അവസാനിപ്പിക്കലാണ് മുസ്ലിം സമുദായം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ്. അതായത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എന്റെ ഫാമിലിക്ക് ഒരാള് മരിച്ചുപോയി. അപ്പം ഞാൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. 2 എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്ന്, ഞാൻ അവരായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ആ ബോഡി അവിടെ കിടക്കുന്നുണ്ട്, ഞാൻ അടുത്തിരുന്ന് ഞാൻ തലയിൽ കിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഉസ്താദ് കയറി വന്നിട്ട് പറഞ്ഞു, അന്യ സ്ത്രീകള് അടുത്ത് നിൽക്കാൻ പാടില്ലായിരുന്നു. പറഞ്ഞു, നിങ്ങൾ ആരാ? ഇത് എന്റെ ഇന്ന ആളാ പറഞ്ഞു. നിങ്ങൾ ആരാ ചോദിച്ചു. നിങ്ങളുടെ ആരാ ഇത് ചോദിച്ചു. ഇത് എന്റെ ഇത്രയും അടുത്തൊരു ബന്ധുവാ പറഞ്ഞു. അപ്പൊ അവര് നിർത്തി. പിന്നെ ഹി വാസ് വെരി ഗുഡ്. ഓക്കെ, ലൈക്ക് എന്നോട് നല്ല തന്നെ നിന്നിട്ടാ പോയത്. എല്ലാം ഒരു പ്രശ്നം പറയാൻ അയാളുടെ കടമ നിർവഹിച്ചു എന്നുള്ള അയാൾ വിചാരിക്കുക. മതത്തിന്റെ നിയമമാണ് അത്. അയാൾ പറയണല്ലോ, അയാൾ ബാധ്യതപ്പെട്ട ആളാണല്ലോ, അയാൾ പറയും. അതാണല്ലോ ഈ സ്റ്റേജിൽ കയറി നിന്നിട്ട് വൃത്തികേട് പറയുന്ന മൂല്യന്മാരുടെ ഒക്കെ ന്യായം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും വിഷമമായത് എന്താന്ന് വെച്ചാല്, എനിക്ക് അടക്കുന്ന സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചു. അപ്പൊ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, അങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തു. അപ്പൊ എനിക്ക് പിന്നെ ഒരു തർക്കത്തിനൊന്നും ഉള്ളൊരു മാനസികാവസ്ഥയല്ലല്ലോ നമ്മളപ്പോ അടുത്ത. അത് കഴിഞ്ഞ് എനിക്ക് ഖബറിലെങ്കിലും പോയി കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടാവൂലേ. എനിക്ക് ഇന്നേ വരെ പോവാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ഇതാന്ന് പറഞ്ഞ ഒരു സീരീസോ ഒരു സിനിമ എന്തോ ഇറങ്ങിയിരുന്നില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടത്? കണ്ടിട്ടുണ്ടോ? ഇല്ല. ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇദ്യോ? ആ, അതിൽ ഈ കഥ പറയുന്നുണ്ട്. മലയാളം. അതിൽ ഈ സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. സ്വന്തം മക്കൾക്ക്, പെൺകുട്ടികൾക്ക് ഖബർസ്ഥാനിലുള്ള പിതാവിന്റെ ഖബറടം സന്ദർശിക്കാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് കാറ് ആ പള്ളിന്റെ മുന്നിൽ കൂടെ പോകുമ്പോ ഞാൻ എപ്പോഴും അവിടെ നോക്കിയിട്ട് ഞാൻ ആഗ്രഹിക്കും എനിക്കൊന്ന് കാണണം. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഇങ്ങനത്തെ മതനിയമങ്ങൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഇൻസിഡന്റ്, അതായത് ഈ 23-year-old കുട്ടി സൂയിസൈഡ് ചെയ്തൊരു ഇൻസിഡന്റ്, ഞാൻ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. വാക്കിംഗ് ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിലിജൻ, എന്റെ ഒരു അഭിപ്രായത്തില് ചിൽഡ്രൻ മസ്റ്റ് ബി ടോട്ട് ദാറ്റ്
ഒരു പ്രണയം മാത്രമേ ലൈഫിൽ ഉണ്ടാവാൻ പാടുള്ളൂ, അത് തെറ്റിപ്പോയാൽ നിങ്ങളുടെ ലൈഫ് അവിടെ തെറ്റിപ്പോയി എന്നൊരു ഉൾധാരണയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ജനിച്ചു വളരുന്ന പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കും ഉണ്ട്, പക്ഷെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സദാചാരാണ്. ആ സദാചാര ചിന്താഗതി വളരെ പ്രോമിനന്റ് ആണ്. അത് പെൺകുട്ടികളിലും ഉണ്ട്, ആൺകുട്ടികളിലും ഉണ്ട്. അത് ജാതി മത വ്യത്യാസം അല്ലാതെ എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ഒരു ടോക്സിക് മാരേജിൽ നിൽക്കുന്ന പെൺകുട്ടികൾ നിർത്തി പോരാത്തത് അത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഫിക്സ് ചെയ്യാൻ നോക്കും, എന്നിട്ടും അയാൾ ശരിയാവുന്നില്ല എന്ന് കാണുമ്പോൾ നിർത്തി പോരാത്തത്, തിരിച്ച് വീട്ടിൽ ചെന്നാല് ലൈക്ക് സെക്കൻഡ് മാരേജ് ഇസ് ഓൾവേസ് എ ടാബു. വാക്കിംഗ് ഔട്ട് ഓഫ് എ റിലേഷൻഷിപ്പ് ദാറ്റ് എവ്രിവൺ നോസ് ഓഫ് ഇസ് എ ടാബു. അങ്ങനെ വാക്കിംഗ് ഔട്ട് ഇസ് എ ഷെയിം എന്ന് വിചാരിക്കുന്ന പെൺകുട്ടികളും അതൊരു ഷെയിം അല്ല. ലൈക്ക് നമ്മൾ സംടൈംസ് ഈ പ്രണയത്തിന്റെ കാര്യത്തില് നമുക്കറിയാലോ, അതായത് അത് എത്ര ബോൾഡ് ആയിട്ടുള്ള ആളുകളിൽ പോലും പ്രണയത്തിന്റെ ചില അവസ്ഥകളില് ഈ യുക്തി ഒന്നും വർക്കാവൂല. ഇപ്പൊ നമ്മൾ അതിന് മുമ്പ് ട്രെയിനിങ് കൊടുക്കുന്ന ആളായിരിക്കാം, പക്ഷെ അവരുടെ കാര്യത്തിൽ വരുമ്പോ ചിലപ്പോ ഈ സാധനം വർക്കാവൂല. അത്ര സിറ്റുവേഷൻ യൂഷ്വലി ഇങ്ങനെ നമ്മൾ ആലോചിക്കാതെ, ലൈക്ക് ഫ്രോണ്ടൽ ലോബ് മെച്യൂർസ് വെൻ യു ആർ 25. അപ്പൊ ഇങ്ങനെ ആലോചിക്കാതെ എടുത്ത് ചാടുന്ന പ്രണയങ്ങളും മിക്കവാറും അതിന് മുന്നേ നമുക്ക് അച്ഛനോ അമ്മയോ പാരന്റ്സോ സിബ്ലിങ്സോ ആരെങ്കിലും ഉണ്ടാവും. നമ്മൾ ഇങ്ങനത്തെ ഒരു ബന്ധത്തിൽ എത്തുമ്പോൾ ആ ഒരു പ്രണയം നിരസിക്കാനുള്ള ഒരു റീസൺ ആയിട്ട് മതവും പൈസയും കാണാതെ, ഇഫ് ഇറ്റ് ഇസ് ബിക്കോസ് they are seeing a red flag which we didn't see. ഞാൻ പറഞ്ഞാല് പ്രണയിക്കാനും സൗഹൃദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ആൺപെൺ പിന്നെ ബന്ധങ്ങളെ കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ള പഠനം, മീൻസ് പിന്നെ പഠിപ്പിച്ചു കൊടുക്കല്, വിദ്യാഭ്യാസം കൊടുക്കണം ആൾക്കാർക്ക്. അതില്ല ഇവിടെ, അതൊന്നും ഇല്ല. നമ്മളെ നാട്ടിലാകെ ഈ കണക്കും കെമിസ്ട്രിയും ബയോളജിയും ഉള്ളൂ. ഒരു കാര്യമില്ല പഠിച്ചിട്ടത്. ഐ മീൻ കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫീൽഡിൽ വർക്ക് ചെയ്യാനെങ്കിൽ കാര്യമുണ്ട്. പേഴ്സണൽ ലൈഫില് ഒരു കാര്യമില്ല. ഇപ്പൊ ഞാനൊരു ഡോക്ടറായി വിചാരിക്കും, എനിക്ക് 11th 12th ഇരുന്ന് പഠിച്ച ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ഒന്നും ഒരു ഓർമ്മയല്ല. അതൊരു എൻട്രൻസ് എഴുതി കോളേജിൽ കയറാൻ മാത്രം ഉപകാരപ്പെട്ടു എന്നല്ലാതെ നോ ഹെൽപ്പ് ടു മീ ഇൻ ലൈഫ്. ഞാൻ പറഞ്ഞത് നമ്മളെ പ്രൊഫഷണൽ ലൈഫിൽ മേ ബി ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കാം ഓരോ ആളുകൾക്ക് ഓരോ സ്ഥലങ്ങളില്. പക്ഷെ ഈ ഒരു പ്രൊഫഷണൽ ആയിട്ട് മാത്രമല്ലല്ലോ ഒരു മനുഷ്യൻ ഒരു വ്യക്തിയായിട്ടും കൂടി ജീവിക്കണ്ടേ? ആ വ്യക്തിയുടെ ഇമോഷൻ എന്ന് പറയുന്ന സാധനം വളരെ പ്രധാനമാണല്ലോ, സൊസൈറ്റിയിലായാലും വ്യക്തി ജീവിതത്തിലായാലും കുടുംബത്തിലായാലും. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഊന്നിയിട്ടുള്ള വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പഠനങ്ങളും അല്ലെങ്കിൽ അത്തരം പരിശീലന പരിപാടികളൊന്നും ഇല്ല. അതൊക്കെ എന്തോ ഫാഷനായിട്ട് വല്ലപ്പോഴും വലിയ സംഭവമായിട്ട് കൊട്ടിഘോഷിച്ചെന്തോ നടക്കുന്നു എന്നല്ലാതെ സാർവത്രികമായിട്ട് നടക്കുന്നില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, രണ്ടാൾക്കാർ തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്പേസും ബൗണ്ടറി, ഇതൊക്കെ നമ്മൾ ഊഹിച്ച് വായിച്ച് കണ്ടുപിടിച്ച് മനസ്സിലാക്കുക. അതിന് കിട്ടുന്ന പല ഇൻഫർമേഷൻസ് ഇപ്പം പല ഈ പ്രണയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രണയിക്കുന്ന ആളുകളുടെ പിന്നെ സോഴ്സ് ഓഫ് റെഫറൻസ് എന്താണ്? ഇവിടെ കാണുന്ന സീരിയലും നോവലും ഇല്ലേ? അല്ലെങ്കിൽ വേറെ അല്ലേ? അപ്പൊ ഇതാണ് പ്രശ്നം. സ്റ്റോക്കിങ്ങും ഇതെല്ലാം അല്ലേ മൂവീസ് ഗ്ലോറിഫൈ ചെയ്യുന്നത്. കുറെ സംഭവങ്ങൾ ഇപ്പൊ ഇവർക്ക് ഇതിനെ കുറിച്ച് ഇവർ മനസ്സിലാക്കുന്നത് ഇവരുടെ ജനിതകപരമായിട്ടുള്ള അവരുടെ ചോദനകൾക്ക് അപ്പുറത്തേക്ക് ഇവർക്ക് കാര്യങ്ങൾ ഇൻഫർമേഷൻ കിട്ടുന്നത് ഇവിടുന്നാണ്. ഇത്തരം ഇൻഫർമേഷനിലൂടെയാണ് ഇവരുടെ ബന്ധങ്ങളെയും പിന്നെ ഇത് ചെയ്യുന്നത്. ഇവരുടെ ഭാവനയിൽ ഇവരുടെ ബന്ധങ്ങൾ വളരുന്നത് ഇങ്ങനെയാണ്. അപ്പോ അതിന് പുറത്തു കിടക്കലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോ ഒരു കാലം വരെ ഏതെങ്കിലും തരത്തില് പിന്നെ ശാരീരികമായിട്ട് ലൈംഗികമായിട്ടൊക്കെ ഉപദ്രവിക്കപ്പെടുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ഭാര്യ ആത്മഹത്യ ചെയ്യാന്നുള്ള ഒറ്റ ക്ലൈമാക്സിൽ ഉണ്ടായിരുന്നുള്ളൂ സിനിമകളില്. ഇപ്പൊ എന്നാ മാറിയത്? ഇപ്പോ ഒരു 10 കൊല്ലമായിട്ടുണ്ടാവും. 10 കൊല്ലം പോലും ആയൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് എപ്പോഴും ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റിൽ നിൽക്കുന്ന കാര്യം അതിന്റെ സോഷ്യൽ ഇഷ്യൂസ് ആണ്. അതായത് ആ സ്റ്റേറ്റ്മെന്റ് കുറച്ച് പ്രശ്നമായിട്ട് തോന്നി. ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ വായിക്കുന്നതാണ്, അത് മുഴുവനായിട്ട് വായിച്ച പ്രശ്നമില്ല. അത് ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്ത ചില ആൾക്കാരുണ്ട്. അതായത് മുസ്ലിങ്ങളെ പ്രേമിക്കുന്നവർ ജാഗ്രതയെന്ന് ലിയാഖത്ത് പറഞ്ഞതാണ്. അങ്ങനെയല്ല, മുസ്ലിങ്ങളെ പ്രേമിക്കുന്നവരും മുസ്ലിങ്ങളും ജാഗ്രത പുലർത്തണം. ഇപ്പോഴുള്ള പ്രത്യേകിച്ച് സിറ്റുവേഷനിൽ മുസ്ലിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്, മതസംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പറഞ്ഞ ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണം. ഒരാൾക്ക് ഇപ്പൊ ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കണം എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അതിന് 100 വഴികളുണ്ട്. അല്ലെങ്കിൽ അയാൾ അന്വേഷിച്ച് ചെല്ലും ഒരാളെ, അല്ലെങ്കിൽ ഒരു പള്ളി ദർസില് മദ്രസയില് അല്ലെ, അതിനു വേണ്ടി ഇവര് സ്ഥാപനം തുറന്നിരിക്കണോ? 2 മാസം 3 മാസം ക്യാമ്പ് നടത്തണോ? അത് തെറ്റാണ്. അത്തരം ഒരു സ്ഥാപനത്തിൽ ഇപ്പം ക്രിസ്ത്യാനിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേദം പഠിക്കാൻ വേണ്ടിയിട്ട് ദർസി പഠിച്ചിരുന്ന ഒരു കുട്ടി ഹിന്ദു സുഹൃത്ത് പ്രേരിപ്പിച്ചിട്ട് വേദപഠന ക്ലാസ്സിൽ പോയിട്ട്
ഹിന്ദു മതം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് താമസിക്കുന്നു എന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും ഒരു മുസ്ലിം മാതാവിന്റെയും പിതാവിന്റെയും മാനസികാവസ്ഥ? അതേ It's അവസ്ഥ very true, തന്നെയല്ലേ അപ്പുറത്തും ഉണ്ടാവുക. ഞാൻ ഇനി makes ഒരു sense. ഞെട്ടിക്കുന്ന കാര്യം കൂടി പറയാം. നമ്മളെ ഉം. സ്കൂളുകളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളെ ഉം. സഹപാഠികളെ മതത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പരിശീലനം കൊടുക്കുന്ന സംഘടനകളുണ്ട് കേരളത്തില്. ഞാൻ വളരെ സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയട്ടെ. ഉം. ഞാൻ ചെറുതായിരുന്നപ്പോ ഭയങ്കര വിശ്വാസിയായിരുന്നു. ഉം. അങ്ങനെ വിശ്വാസം കൂടി ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് എനിക്ക് ഇതിലുള്ള എല്ലാം പൊട്ട തെറ്റാന്ന് മനസ്സിലായത്. ഉം. അപ്പോ അവിശ്വാസിയായിരുന്ന സമയത്തും ഉം. എന്നോടും പറഞ്ഞിട്ടുണ്ട് ഉം. എന്റെ ടീച്ചേഴ്സ്, ലൈക്ക് അറബിക് ടീച്ചർ. ടീച്ചേഴ്സും മാഷന്മാരും ഇവര് പിന്നെ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇവിടുത്തെ. And I regret that. I even tried it when I ഉം. was in 7th. I ഉം. regret it to this day. അവര് മാറിയിട്ടൊന്നുമില്ല. But ഉം. then that act was very bad. I said, oh, your religion is bad, my religion is good, that doesn't make sense. This, I totally regret what I did that day. അത് പക്ഷെ അങ്ങനെ ഒരു that's right, that's very true. എനിക്കത് സർപ്രൈസിംഗ് ഒന്നല്ല. ഉം. അല്ല, നമ്മൾ ഇത് സാധാരണ മുസ്ലിങ്ങളോട് പറഞ്ഞ അവര് ഇതറിയാത്ത മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം കേട്ടോ. ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാത്തവര്. ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്നറിയോ? അതിന് ട്രെയിനിങ് ഒന്നല്ല. നോ, ദഅവ വർക്ക്ഷോപ്പുകൾ നടക്കുന്നുണ്ട്. ട്രെയിനിങ് ഒന്നും ഞാൻ എന്റെ ക്യാമ്പുകൾ 1 വീക്ക് 2 വീക്ക് ദഅവ വർക്ക്ഷോപ്പുകൾ നടക്കുന്നുണ്ട് കേരളത്തിൽ. wherein they teach how to convert. എങ്ങനെയാണ് കൺവിൻസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഡെലിവർ ചെയ്യേണ്ടത്, ഏതൊക്കെ പിന്നെ ലീഫ്ലെറ്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കൊടുക്കേണ്ടത്, നമ്മൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പം ഏത് ബുക്കാണ് ഇങ്ങനെ കാഷ്വൽ ആയിട്ട് നമ്മൾ മേശപ്പുറത്ത് ആദ്യം വെക്കേണ്ടത്. നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. Very absurd and it's something that I've never come എന്ത് across. സംഭവിക്കുന്ന വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇവരുണ്ടാക്കും. കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. എന്താ പറഞ്ഞുതരാം? കാരണം എന്താ വെച്ചാൽ ഈവൻ I told you, I've had a conversation with എന്തായിരുന്നു വിസ്ഡത്തിന്റെ ഒരാളില്ലേ, എന്തായിരുന്നു ഒരു പേര്, ബാസിലിയ. അപ്പൊ ഇവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ എക്സ്ട്രീമിസം കാരണം സാധാരണ മുസ്ലിംസിന് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. 100% അതാണ് സിറ്റുവേഷൻ. അവരെന്നെയാണ് ഇതിന് മുന്നിൽ ഒന്നാമത്തെ സ്റ്റെഫില്. അതായത് ഈ കേസിലെ ഒന്നാം കക്ഷികൾ ഇവിടുത്തെ വഹാബികളാണ്. ഇവര് പബ്ലിക്കായിട്ട് സ്നേഹസംവാദം നടത്തുകയും എന്തിന് MM അക്ബറിന്റെ വിവാദമായിട്ട് പിൻവലിച്ചൊരു പാഠപുസ്തകം ഓർമ്മയുണ്ടോ? 2ാം ക്ലാസ് പഠിക്കുന്ന 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ പാഠപുസ്തകത്തിൽ നിങ്ങളുടെ സുഹൃത്ത് മുസ്ലിം ആവാൻ തീരുമാനിച്ചാൽ അവരോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ക്രമപ്പെടുത്തുക. അതിൽ നിന്ന് ഓപ്ഷൻ തെരഞ്ഞെടുക്കാനല്ല, അത് അതിന്റെ തർത്തീബ് ചെയ്യാൻ, അതായത് അതിന്റെ ഓർഡർ പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്യാനാണ്. പ്രയോറിറ്റി വൈസ് അതിനെ ഓർഡർ ചെയ്യാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യണം. എന്തൊക്കെ പേര് മാറ്റുക, പൂണൂലോ കുറി ഇതൊക്കെ മതചിഹ്നങ്ങൾ ഉപേക്ഷിക്കുക, മാതാപിതാക്കളിൽ നിന്ന് മാറി നിൽക്കുക. മനസ്സിലായോ? ഷഹാദത്ത് കലിമ 2ാം ക്ലാസ്സിലെ കുട്ടീന്റെ ബുക്കിലോ പഠിപ്പിച്ചു കൊടുത്തതാണ് ഇവിടെ. അയാൾക്കെതിരെ കേസൊന്നും വന്നില്ലേ? കേസ് വന്നു, പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. നമ്മളെ നാടല്ലേ. ഞാൻ പറഞ്ഞത് ഇത് പുസ്തകത്തിൽ അച്ചടിച്ച് അതൊക്കെ പുസ്തകത്തിൽ അച്ചടിക്കാൻ ഒരാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവര് പ്രൊഫഷണൽ ആയിട്ട് ഇപ്പൊ ഞാൻ വേറൊരു പ്രസംഗത്തിന്റെ എക്സാമ്പിൾ പറയാം. ഞാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മൾ കോൺവെർസേഷൻ കേൾപ്പിക്കുമ്പോൾ അതിനിടയിൽ കേൾപ്പിക്കാം. സിംസാറുൽ ഹക്ക് ഹുദവി ആളോട് ഒരു പിന്നെ ആള് ചോദിക്കാണ്, എന്റെ റൂമിൽ ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരാളുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ അങ്ങോട്ടോട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അദ്ദേഹം പാചകം ചെയ്ത മാംസം നമുക്ക് കഴിക്കാൻ പറ്റുമോ, ഹറാമാണോ? ഇതാണ് അർത്ഥതല്ല, ജസ്റ്റ് കടയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന ഹലാൽ ചിക്കൻ ഈ അമുസ്ലിം ആയിട്ടുള്ള ആൾ പാചകം ചെയ്താൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ സിംസാറിലൊക്കെ അതിന് പറയുന്ന മറുപടി, എന്ത് ചോദ്യമാണ് ഇപ്പൊ അതൊക്കെ എന്നാണ്. അതായത് അതാണ് ഇപ്പൊ വലിയ ചോദ്യം. 10-13 കൊല്ലമായിട്ട് ഒരു റൂം താമസിച്ചിട്ട് അയാൾക്ക് എങ്ങനെയെങ്കിലും ഇസ്ലാമിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത് ഇത് നമ്മളെ എങ്ങനെയാന്ന് വെച്ചാല്, ദഅവത്ത് എന്ന് പറയുന്നത് ഒരു കാലത്ത് വ്യക്തികൾ അല്ലെങ്കിൽ ഇപ്പൊ മതപ്രസംഗങ്ങൾ എവിടെയെങ്കിലും ഒരു വേദി കെട്ടിയിട്ട് വിളിച്ചു പറയും. ഇപ്പം ക്രിസ്ത്യാനിറ്റി ദഅവത്ത് നടത്തുന്നുണ്ട്. ഈ പെന്തക്കോസ്തുകാരൊക്കെ റോഡ് സൈഡിൽ നിന്നിട്ട് പിന്നെ വചനപ്രഘോഷണം നടത്തും, ദൈവത്തിന്റെ വഴിയിലേക്ക് വിളിച്ചുകൊണ്ട്. ആ വിളി ആവാം. ഇനി അല്ല, നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളെ, മുതിർന്ന ആളുകളുടെ അടുത്ത് വഴിയിൽ കാണുമ്പോൾ നിങ്ങൾ അവരുടെ സമ്മതം ചോദിച്ചിട്ട് പറയുക, അല്ലെങ്കിൽ അതിന് പ്രത്യേക സ്ഥലം സംഘടിപ്പിച്ചിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ അവിടെ വരിക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്.
പഠിക്കാൻ പോകുന്ന കുട്ടികൾ, ഹോസ്റ്റലിൽ താമസിക്കുന്നവര്, കൂടെ ജോലി ചെയ്യുന്നവര്, ഇതൊക്കെ മതം മാറ്റത്തെ പ്രേരിപ്പിച്ചാൽ സമൂഹത്തിൽ മുസ്ലിങ്ങളോട് സംശയവും പേടിയും ഉണ്ടാവുന്ന ഒരവസ്ഥ ഇതര മതസ്ഥർക്ക് വരും. കാരണം ഒരു മുസ്ലിം കുട്ടിയുടെ കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കുട്ടി പതിയെങ്ങാനും എന്റെ കുട്ടീനെ ഞങ്ങളെ മതത്തിന് കൊണ്ടുപോകുന്നൊരു പേടി ഒരു ക്രിസ്ത്യൻ ഹിന്ദു രക്ഷിതാവിന് That is ഉണ്ടായാൽ very അവരെ true. കുറ്റം ഈ പറയാൻ പറ്റുമോ? എക്സ്ട്രീമിസ്റ്റ് കാരണം സാധാരണക്കാർക്ക്, ഞാൻ പറയട്ടെ, കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്ന വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ എക്സ്ട്രീമിസ്റ്റ് ആണ്. ഉള്ളൂ. ഈവൻ ഞാൻ കണ്ടിട്ടുള്ള ഒരു മെജോറിറ്റി മുസ്ലിംസും ഈ പക്ഷെ സെവൻ അവരാണ് ഇപ്പൊ ലീഡ് ചെയ്യുന്നത്. ലീഡ് ചെയ്യാൻ മീൻസ് എല്ലാ വിഷയത്തിലും കയറി അഭിപ്രായം പറഞ്ഞിട്ട്, കമ്മ്യൂണിറ്റി. ഇപ്പൊ ഞാൻ പറയാം, അപ്പം ഒരു ഇവർ ഈ സബ്ജക്ട് ഉണ്ട്, മതസ്ഥര് പറയുന്ന കാര്യങ്ങള് നമ്മളൊന്നും കെയർ ചെയ്യുന്നില്ലല്ലോ. അത്തരം ആളുകൾ ഇപ്പൊ ഇതിലൊന്നും താല്പര്യമില്ലാത്ത, നമ്മൾ ഈ എക്സ്ട്രീമിസ്റ്റ് അല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ ഇത്തരം ചർച്ചകളിലൊന്നും അവർ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ വോയിസ് ആരും കേൾക്കുന്നില്ല. മനസ്സിലായോ? പക്ഷെ അതാണ് മെജോറിറ്റി. അതാണ് മെജോറിറ്റി. പക്ഷെ പുറത്ത് കേൾക്കുന്ന ശബ്ദം ആരുടെയാണ്? ഇവരുടെയാണ്. ദാറ്റ്സ് ദ പ്രോബ്ലം. അപ്പൊ അതുകൊണ്ട് മുസ്ലിം അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അവര് മുസ്ലിങ്ങൾ പറയുന്ന അഭിപ്രായമായിട്ട് കേൾക്കുന്നത് ഏതാണ്? ഈ എക്സ്ട്രീം അഭിപ്രായമാണ്. അത് തന്നെയാണ് ഞാൻ ബേസിലിനോടും പറഞ്ഞത്. പക്ഷെ he never seems to get it. അതാ മനസ്സിലാവാത്തോണ്ടൊന്നല്ല, അവരുടെ ദൗത്യം അതാണ്, അവരുടെ ജോലിയാണ്, അവരുടെ തൊഴിലാണ്. മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരുപാട് തരത്തിൽ എന്താ പറയുക, വലിയ രീതിയിൽ ഇവര് പരലോകത്തെ പഠിച്ചവന്റെ കൂലി മാത്രമൊന്നുമല്ല, ഇഹലോകത്ത് സാമ്പത്തിക ലാഭം നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ആയിട്ടാണ് ഇവർ പലരും കൊണ്ട് നടക്കുന്നത്. ഒരു കാലത്ത് ദഅവ പ്രവർത്തനം നടത്തിയിരുന്ന പല ആൾക്കാരും ഓസ്ട്രേലിയയിലും ഖത്തറിലും കുവൈത്തിലൊക്കെ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. നല്ല സോഴ്സ് ഓഫ് ഇൻകം ആണ്, നല്ല സോഴ്സ് ഓഫ് വോട്ടും ആണ് മതം എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മുസ്ലിം കുട്ടികളോട് സൗഹൃദത്തിൽ നമ്മളെ കുട്ടികൾ ഉണ്ടാവുമെങ്കിൽ അതിൽ പോലും ആശങ്ക തോന്നുന്ന അമുസ്ലിം രക്ഷിതാക്കൾ ഉണ്ടാവുന്ന ഒരു കാലത്ത് മുസ്ലിം ഇവിടെ ജീവിതം വല്ലാത്ത ദുസ്സഹമായിരിക്കും. അപ്പൊ അതിന് മതം വിട്ടവരെയും സംഘപരിവാറിനെയും മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എക്സ്ട്രീമിസ്റ്റുകൾ എക്സ്ട്രീമിസ്റ്റ് ആണെങ്കിൽ അത് ഇപ്പം ഞാൻ പറഞ്ഞത് ദഅവ കോളേജ് മതം, ഇനി ഇതൊന്നും പോട്ടെ, കല്യാണം, നിക്കാഹ് ഒന്നും ഞാൻ പറഞ്ഞല്ലോ, നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പാടില്ല. ഇത്തരം പരിശീലന പരിപാടികൾ, കുട്ടികളെ പാർപ്പിച്ചുള്ള പരിപാടി, കലാപരിപാടി അവസാനിപ്പിക്കണം. മൂന്നാമത്തത്, പെട്ടെന്ന് മതം മാറിയിട്ട് ഒരു 3-5 വർഷം ഒരു ഗ്യാപ്പ്, കല്യാണത്തിനും മതം മാറ്റത്തിനും ഇടയിൽ ഒരു 3-5 വർഷം ഗ്യാപ്പ്. ഇനി ഇൻ കേസ് ഇപ്പൊ ഒരാൾക്ക് മതം മാറി, അവർക്ക് പിന്നെ കല്യാണം കഴിക്കണ്ടേ? മതം പഠിച്ചു മാറിയ ഒരാൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ പോലും ഒരു 3 വർഷമോ 5 വർഷമോ നല്ലൊരു കാര്യമാണ്. പക്ഷേ പ്രാക്ടിക്കലി പോസിബിൾ ഐ ഡോണ്ട് തിങ്ക് സോ. ഇതൊക്കെ അറ്റ്ലീസ്റ്റ് ഈ നേരത്തെ പറഞ്ഞ 2 ഈസി ആയിട്ട് ചെയ്യാലോ. ചെയ്യണം എന്ന് വെച്ചാൽ ചെയ്യാം. അത് അവര് എന്തിനാണ് ഇപ്പൊ മതം മാറി? ഞാൻ അതുകൊണ്ട് എന്താ പറഞ്ഞത്, മുസ്ലിങ്ങളെ പ്രേമിക്കാതിരിക്കുക വഴി മുസ്ലിങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇന്റർകാസ്റ്റ് മാരേജസ് അല്ലെങ്കിൽ ഇന്റർഫെയ്ത്ത് മാരേജസ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു മുസ്ലിം മാരേജ് ആക്ട് വഴിയോ അല്ലെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് വഴിയോ രജിസ്റ്റർ ചെയ്യാതെ സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു നിയമം എടുത്താൽ പോരെ? മതി. അവിടെ ഞാൻ പറഞ്ഞത് ഈ കാര്യം, ഈ ധാരണ കുട്ടികൾക്ക് പ്രണയിക്കാൻ പോകുന്നവർക്ക് ആദ്യമേ ഉണ്ടാവണം. ഇതിൽ ഇങ്ങനെ ഒരു ഹഡിൽ വരാണ്ടത് മുസ്ലിങ്ങൾക്കും വേണം, പ്രണയത്തിന് പോകുന്ന ആൺകുട്ടിയാലും പെൺകുട്ടിയാലും മുസ്ലിം കുട്ടിക്കും വേണം, അമുസ്ലിം കുട്ടിക്കും ഈ ബോധം ഉണ്ടാവണം. ഇത് നമ്മളുടെ ഒരു പ്രശ്നത്തിൽ എത്താൻ പോകുന്നുണ്ട്. അതാണ് ഞാൻ എന്റെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അത്രേ ഉള്ളൂ. ഉദ്ദേശിച്ചത് മാത്രമല്ല, പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അത് ടൈറ്റിൽ പോലും ഞാനൊരു ക്ലിക്ക് ബൈറ്റ് നോക്കിയിട്ടില്ല, കാരണം ക്ലിയർ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അത് പകുതി വായിച്ച് നിർത്തുമ്പോഴുള്ള പ്രശ്നമാണ്. എനിക്കത് വായിച്ചപ്പോ എനിക്ക് അങ്ങനെ അല്ല അത് ഓടിയത്. അത് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മുസ്ലിങ്ങളെ പ്രേമിക്കുന്നവർ, ജാഗ്രത എന്നുള്ള വാക്ക് കുറച്ച് വലുതാക്കി ഇട്ടിട്ട് മുസ്ലിങ്ങളെ പ്രേമിക്കുന്നവരും മുസ്ലിങ്ങളും, ഇത് രണ്ടും ഒരേ ടെക്സ്റ്റിൽ സൈസ് പോലും സെയിം ആക്കിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ടു ബി ഓണസ്റ്റ്, മുസ്ലിമിനെ പ്രേമിക്കുന്നവരും മുസ്ലിങ്ങളും ജാഗ്രത എന്ന് പറയുമ്പോൾ ഇറ്റ് മേക്സ് കംപ്ലീറ്റ്. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുന്ന കേട്ടോ. മുസ്ലിമിനെ പ്രേമിക്കുന്നവർ ജാഗ്രത എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളും എന്ന് പറയുമ്പോൾ ഇറ്റ് മേക്സ് ഡിഫറൻസ്. അല്ലല്ല, അത് ടൈറ്റിൽ ഇടുന്ന സമയത്ത് നമ്മൾ ജാഗ്രത എന്നുള്ള വാക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ കുത്തും കോമയൊന്നും ഇല്ലല്ലോ. അത് തംബ്നെയിലിൽ കാണുന്നതാണ്, അത്രേ ഉള്ളൂ. Can't really എന്താ പറയാ, അതായിട്ട് എനിക്ക് ശരിക്കും യോജിക്കാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ യുവർ ചാനൽ, യുവർ വിഷ്.
എനിക്ക് അതിനോടൊരു കുറെ യോജിക്കാൻ പറ്റുന്നില്ല ഒരു ടൈറ്റില് ആ രീതിയിൽ ഇടുമ്പോ വേറെ പല രീതിയിൽ അത് മനസ്സിലായി ഇന്റർപ്രറ്റഡ് ആയി എനിക്കത് പോകും. മനസ്സിലായി. മനസ്സിലായില്ലേ? ഞാനത് അങ്ങനെ എന്താ പറയാ അബദ്ധത്തിൽ സംഭവിച്ചൊന്നുമല്ല. നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ എടുത്ത അങ്ങനെയെങ്കിലും ഓക്കെ ഫൈൻ. ഇതെങ്കിലും എനിക്ക് ഇങ്ങനെയെങ്കിലും അതിനോടൊരു ഇതൊന്ന് യോജിപ്പില്ല. കേൾക്കട്ടെ ആളുകൾ മനസ്സിലാക്കട്ടെ ഇതിന്റെ പ്രശ്നം. ആ വീഡിയോ കാണുന്നവർക്ക് ഈ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവൂല. വീഡിയോ വീഡിയോ മുഴുവൻ കണ്ട് കാണുന്നവരൊക്കെ ഉണ്ടാവില്ല, വീഡിയോയുടെ ടൈറ്റിൽ കാണുന്നവരൊക്കെ ഉണ്ടാവും. എന്നിട്ടൊന്ന് വീഡിയോ എങ്കിലും കാണട്ടെ. ആ ഒരു കാരണം കൊണ്ടെങ്കിലും ഒന്ന് കാണട്ടെ. എന്നിട്ട് അവർക്ക് ഇതെന്താ പ്രശ്നം വെച്ചാൽ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പൊ ഈ ഒരു ആത്മഹത്യയെ സംബന്ധിച്ച് ഈ ചർച്ചകൾ ഒരു ഉണ്ടായത് ആത്മഹത്യന്റെ എത്രത്തോളം. ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാല്, when someone wants to marry your sister or whoever, she is just 23, കുഞ്ഞു കുട്ടിയാണ്. പക്ഷെ someone wants to marry or whoever, and they are insisting on a conversion എന്ന് പറയുമ്പോൾ അവിടെ എതിർക്കണമായിരുന്നു. And then she should have been given the എന്താ പറയാ the confidence to walk out of it. ആ ഒരു ചലനം അതാണ് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? പ്രണയത്തിൽ നമുക്ക് അത് എത്ര ഈസി ആയിട്ട് നടക്കുന്ന കാര്യമല്ല. അല്ല, ഈസി അല്ല. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റ് പ്രണയ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സാധനം നൈരാശ്യം നമുക്ക് അവോയ്ഡ് മനുഷ്യന്റെ ജീവൻ ചെയ്യായിരുന്നു. എടുക്കുന്ന അവസ്ഥയില് മതം മാറുക എന്നതൊക്കെ ആളുകള് താരതമ്യേന നൈരാശ്യം ഈസി ആയിട്ട് എന്ന് ചെയ്യും. പറയുന്നത് ഒരു ഡിപ്രസീവ് സ്റ്റേറ്റ് ആണ്. ഈ ഡിപ്രസീവ് സ്റ്റേറ്റ് ഡിപ്രഷൻ എന്താണെന്ന് മര്യാദക്ക് പിള്ളേരെ പഠിപ്പിച്ചു കൊടുത്താൽ അതെന്താന്ന് മനസ്സിലാക്കി കൊടുത്താൽ നമുക്കിത് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇവര് എങ്ങനെ ഇവരിപ്പം ഈ മതം മാറ്റവുമായി അത്. ബന്ധപ്പെട്ട് കല്യാണവുമായി ബന്ധപ്പെട്ട് മതം മാറുന്നവര് കല്യാണം നടക്കാൻ വേണ്ടി മതം മാറുന്നവരാണ്. അല്ലാതെ മതം മാറിയിട്ട് മതം മനസ്സിലാക്കിയിട്ട് മതം താല്പര്യപ്പെട്ട് അങ്ങനെ മാറുന്നവരൊന്നുമല്ല. തീർച്ചയായും. അപ്പൊ അത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ കല്യാണം ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു നിർബന്ധിത സാഹചര്യത്തിലേക്ക് നമ്മൾ ആളുകളെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറി എന്ന് പറയുന്നത് അശ്ലീലാണ്. കാരണം ആ പെൺകുട്ടി മതം മാറാതെ ആണെങ്കിൽ കല്യാണത്തിന് തയ്യാറാണ്. അപ്പൊ മതം മാറ്റം എന്ന് പറയുന്നത് അവരുടെ ആവശ്യമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഫോഴ്സ്ഫുൾ ആണെന്ന് തന്നെയാണ്. ഡിമാൻഡ് ചെയ്യാണ് കല്യാണം നടക്കണമെങ്കിൽ, ജോലിക്കയറ്റം കിട്ടണമെങ്കിൽ. മനസ്സിലായോ? ഇതൊക്കെ ഫോഴ്സ്ഫുൾ സാധനമാണ്. ഇത് ഏത് തരം ഫോഴ്സും ആവാം. ഓഫർ കൊടുത്തിട്ടുള്ളതാവാം, പ്രലോഭിപ്പിച്ചിട്ടാവാം, പ്രകോപിപ്പിച്ചോ പേടിപ്പിച്ചിട്ടാവാം. തന്നെ ഉണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഇതൊന്നും ആർക്കും അറിയില്ല എന്നുള്ളതേ പ്രശ്നമുള്ളൂ. അല്ല, അങ്ങനെ വരുമ്പോ എല്ലാ പിന്നെ കല്യാണത്തിന് വേണ്ടിയുള്ള മതം മാറ്റങ്ങളും ഫോഴ്സ്ഫുൾ ആണ്. പക്ഷെ ആ നിയമം ഇവിടെ എന്തുകൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ ഈ അവസ്ഥയിൽ ഇപ്പൊ കോടതിയിലെത്തി അവർക്ക് കല്യാണത്തിന് വേണ്ടിയിട്ടാണ് അവർ മനസ്സോടെ മതം മാറിയത്. വിശ്വാസം ഉണ്ടായിട്ടൊന്നുമില്ല. അവരുടെ പ്രശ്നം എന്തായിരുന്നു? കല്യാണാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ച് മതം മാറ്റിയതാണോ എന്ന് ചോദിച്ചാൽ ആ കല്യാണത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരെന്താ പറയാ? അല്ല എന്ന് പറയും. കോടതിയുടെ മുമ്പിൽ പ്രായപൂർത്തിയായ ഒരാൾ ചെന്നിട്ട് അല്ല എന്ന് പറയാൻ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ലവ് ജിഹാദ് ഇവിടെ ഇല്ലാതെ പോകുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇതിനെ ജിഹാദ് എന്ന് പേരിട്ട് വിളിച്ചാൽ എങ്ങനെ തെറ്റു പറയാൻ പറ്റും? ടെർമിനോളജിനോട് എനിക്ക് നല്ല എതിർപ്പുണ്ട്. അതിപ്പോ സുപ്രീം കോടതി അത് തള്ളി എന്നത് ആ ഒരു എതിർപ്പിനെ ഊട്ടിയുറപ്പിക്കുന്നേ ഉള്ളൂ. പക്ഷെ അല്ലാതെ ആ ഒരു ടെർമിനോളജിനോട് എനിക്ക് വളരെയധികം എതിർപ്പുണ്ട്. അതൊരു പ്രൊപ്പഗാൻഡ ടേം ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു. അതാണ് ഞാനും പറഞ്ഞത്. പ്രൊപ്പഗാൻഡ ആയതുകൊണ്ടും മുസ്ലിംസ് പലവരും ഇന്റർ റിലീജിയസ് മാരേജിൽ ഇൻവോൾവ് ആണ് വിത്തൗട്ട് ദ ചേഞ്ച് ഓഫ് റിലിജൻ. അപ്പൊ ഈ ഒരു ടെർമിനോളജി എന്ന് പറയുന്നത് വളരെയധികം ബയസും ഹേറ്റ്രഡും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അതുകൊണ്ടാണ് നമ്മൾ അതിനെ എൻഡോസ് ചെയ്യാത്തത്. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ ആ പദം പ്രയോഗിക്കാത്തതും ഞാൻ ആ പദത്തിലേക്ക് വരാത്തതും. പക്ഷെ അതാണ് എന്ന് മറ്റുള്ളവർ ഈ പ്രൊപ്പഗാൻഡ ശരിയാണ് എന്ന് ആളുകൾക്ക് വിശ്വസിക്കാൻ 100 കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം നിയമപരമായിട്ട് ഇത് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ആ പ്രശ്നം ഇതാണ്. ഇൻ കേസ് ഇപ്പൊ അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പം പ്രണയിച്ച് ഇപ്പൊ ഹിന്ദു ഈ സംഘപരിവാറിന്റെ ഏതോ ഒരു വിഭാഗത്തില് ഈ പരിപാടി നടക്കുന്നുണ്ട്. അതായത് ലവ് കുരുക്ഷേത്ര നമുക്ക് വേണേ അങ്ങനെ പറയാം. ആ വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഹിന്ദു മുസ്ലിം പെൺകുട്ടികളെ പ്രേമിക്കണം, കല്യാണം കഴിക്കണം. അപ്പം അവരെ നമ്മള് കൊലപ്പെടുത്തല്ലോ, കല്യാണം കഴിച്ച് ജീവിതം കൊടുക്കല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ന്യായീകരണം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വീഡിയോ, അത് അവരുടെ ഒരു യോഗത്തിൽ നടക്കുന്ന വീഡിയോ ആണ്. അപ്പോ ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയല്ലേ ഇപ്പുറത്ത് നടക്കുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട് മീൻസ് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക ഒരു ടീം. അപ്പോഴും നമുക്ക് അതിനെ ലവ് ജിഹാദ് എന്ന് പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ മതം മാറിയ കുട്ടീനോട് കോടതി കയറിയിട്ട് ചോദിച്ചാൽ അവരെന്താ പറയാ? ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ്, മാറിയതാണെന്ന് പറയും. അപ്പൊ ഇത് ഇങ്ങനെ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോ ഇത് ലവ് ജിഹാദ് ആണ് എന്ന് ഈ പ്രൊപ്പഗാൻഡക്കാർ പറഞ്ഞു കൊടുത്താൽ
അത് ആശങ്കയുള്ള ആളുകൾക്ക് പെട്ടെന്ന് കൺവിൻസിങ് ആവും അതിന് ആ ഒരു സംഭവം. മനസ്സിലായോ? അപ്പോ വെരി ട്രൂ. ഇന്നലെ വരെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിരുന്നവർ ലവ് ജിഹാദ് ഉണ്ട് എന്ന അവസ്ഥയിലേക്ക് വരും. അതും പൊളിറ്റിക്കലി മുസ്ലിങ്ങൾക്ക് ഗുണകരമായിരിക്കില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനോട് ഞാൻ ഈ അടുത്തൊരാളോട് ചോദിച്ച ചോദ്യം, ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ ഈ BJP ഭരണത്തിൽ കയറുന്നതിന് മുന്നേ നമ്മളൊരു എന്താ പറയാ 2 നേരം അമ്പലത്തിൽ പോയി കുറി തൊട്ട് കയ്യില് ചരടുള്ള ഒരാളെ കണ്ടാല് മുസ്ലിംസിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? അയാള് നല്ല ദൈവവിശ്വാസിയാണ്, നല്ല സ്വഭാവമായിരിക്കും എന്നൊരു കോണ്ടെക്സ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവും. ഇന്ന് നമ്മള് മുസ്ലിംസിലൊരാള് നല്ലോ കുറിയൊക്കെ തൊട്ട് 2 നേരം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരാളെ കണ്ട ഒരു ആശങ്കയാണ്. അയ്യോ, ഇവര് BJP ആണോ? ഇവര് നമ്മളെ ഇന്ത്യയിൽ നിന്ന് തള്ളി പുറത്താക്കോ? നമ്മളോട് ആ ഒരു മൈൻഡ് ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. പണ്ട് കാലത്ത് താടിയൊക്കെ വെച്ച് ഒരു തൊപ്പിയിട്ട് എല്ലാ നേരം പള്ളിയിലൊക്കെ പോയി വരുന്ന ഒരാളെ കാണുമ്പോ അയാളൊരു ഈമാനുള്ള മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ എന്നായിരിക്കും മറ്റുള്ളവർ ചിന്തിച്ചിട്ടുണ്ടാവുക. ഇന്നത് മാറി. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ പറയും BJP കേരളത്തിൽ ഇല്ല, അവരുടെ പ്രൊപ്പഗാൻഡ ഒന്നും കേരളത്തിൽ ഇല്ലാന്ന്. പക്ഷെ 100% ഉണ്ട്. അത് നമ്മളുടെ എല്ലാവരും മനസ്സിലത് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്. And that's dangerous. എല്ലാരിലും എല്ലാ തരം സാധനങ്ങളും കേരളത്തിലുണ്ട്. കേരളം ഇന്ത്യ രാജ്യത്ത് തന്നെ ഉള്ളതല്ലേ. പിന്നെ എന്താ വെച്ചാല് നമുക്കിത് കുറച്ചൊക്കെ എന്താ പറയാ പോളിഷ്ഡ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല. പിന്നെ എക്സ്ട്രീം സാധനം എന്തായാലും അതിപ്പം എക്സ്ട്രീം ആയിട്ട് വരുമ്പോ അതിനെതിരെ ഒരു വികാരം പൊതുവിൽ അത് നമ്മുടെ സാമൂഹികമായിട്ടുള്ള പുരോഗതി കൂടിയും അതിന്റെ ഒരു കാരണമാണ്. അതിനെ നമ്മള് അതെ അതിനെ നമ്മൾ തള്ളുന്നുണ്ട്. അതിപ്പം ഏത് വർഗീയതയാണെങ്കിലും അതിന്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോകുമ്പോ എല്ലാവരും തള്ളി പറയാൻ തയ്യാറാവുന്നുണ്ട്. ഏറ്റവും പേടി വരുന്നത് ഘടകം എന്താന്ന് വെച്ചാല്, പണ്ട് ഹിന്ദുസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും നമുക്കൊരു ടൈം ഉണ്ടായിരുന്നു ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ. അവരുടെ മതം എന്താണെങ്കിലും അവരെ ഇഷ്ടപ്പെട്ടോ സ്നേഹിച്ചോ നിൽക്കുന്ന ഒരു ഇത്. ഇന്ന് ഒരു ബാരിയർ വന്നിട്ടുണ്ട്. ഈ മുസ്ലിം എക്സ്ട്രീമിസ്റ്റും ഹിന്ദു എക്സ്ട്രീമിസ്റ്റും എല്ലാവരും കാരണം ഒരു ബാരിയർ വന്നിട്ടുണ്ട്. അത് അവർ അറിഞ്ഞു ചെയ്യുന്നതാണ്. അത് അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയാണ്. അത് ഈവൻ കോമൺ ആൾക്കാരുടെ ഉള്ളിൽ വരെ വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഇതുവരെ ഇന്നലെ വരെ നമ്മള് ചിന്തിക്കാത്ത ചിന്തകൾ മനുഷ്യരുടെ ഉള്ളിലേക്ക് കടത്താൻ ഇത്തരം സംഗതികൾ രണ്ട് ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ലവ് ജിഹാദിന്റെ കേസിൽ അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന ആക്ഷേപത്തിന്റെ കേസിൽ മുസ്ലിം സമൂഹത്തിന്, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് വെറുതെ പറഞ്ഞു നടന്നുകൊണ്ട് മാത്രം കാര്യമില്ല. അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കേവലമായിട്ടുള്ള പ്രൊപ്പഗാൻഡയാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇതൊരു പ്രൊപ്പഗാൻഡയായിട്ട് ചെല്ലുമ്പോൾ അതിനെ അത് തള്ളിക്കളയാൻ അവരുടെ മറ്റുള്ള മനുഷ്യരെ പാകപ്പെടുത്തണമെങ്കിൽ ഇവരുടെ ഭാഗത്ത് അടിയന്തരമായി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതില്ലാത്ത കാലത്തോളം ഇത്തരം ഓരോ സംഭവങ്ങളും പ്രൊപ്പഗാൻഡയ്ക്ക് ഉപയോഗിക്കും. ആ പ്രൊപ്പഗാൻഡയിൽ ഒരുപാട് പേര് കൺവിൻസ്ഡ് ആവും. ഒരുപാട് പേര് ആ ഒരു അവരുടെ ഒരു ലൈഫിന്റെ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ആ ഒരു എക്സ്ട്രീം പൊളിറ്റിക്കൽ സ്റ്റാൻഡിലേക്ക് പോകും. ഒരു ഹിന്ദു മുസ്ലിം വിള്ളൽ ഉണ്ടാക്കും. എന്റെ ഏറ്റവും വലിയ പേടി ഇത് അവസാനം എത്തി വല്ല സിവിൽ വാറിൽ അവസാനിക്കും എന്നുള്ള ഒരു പേടി എനിക്ക് ഭയങ്കരമായിട്ട് വരും. നമ്മള് ഒരു സമാധാന പ്രിയനായിട്ടുള്ള ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഞാനിപ്പോ അതിനോട് പ്രതികരിക്കുന്നില്ല. എന്റെ ആശങ്കകൾ എന്റെ മനസ്സിലുണ്ട്. അതൊരു പേടിയായിട്ടാ ഞാൻ പറഞ്ഞത്. പേടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആശങ്ക പോലും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശുഭാപ്തി വിശ്വാസം ആണ് ഉള്ളത്. അതെ, ചിന്തിക്കാൻ പോലും നമുക്ക് ധൈര്യം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, പേടിക്കാൻ പോലും ഒരു ധൈര്യം വേണമല്ലോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും. അപ്പൊ അതിലേക്ക് പോവാതിരിക്കണമെങ്കിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള റോള് നിർവഹിക്കാനുണ്ട്. അതെല്ലാവരും ചെയ്യുമ്പോൾ മാത്രമാണ് പരിഹാരം ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ബിക്കോസ് ഓഫ് ദീസ് ടെൻസ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇൻ ഇന്ത്യ, പലവരും ഒരു സൊല്യൂഷൻ എന്ന് കാണുന്നത് ടു മൈഗ്രേറ്റ് ടു അനദർ കൺട്രി. ഞാൻ പോലും അത് കൺസിഡർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്, വളരെ സീരിയസ് ആയിട്ട്. അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ചാല്, ഓടി എത്ര ദൂരം ഓടുന്നല്ല, രക്ഷപ്പെടാൻ പാങ്ങുള്ളവരൊക്കെ രക്ഷപ്പെട്ട് അശരണരായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യർ മാത്രം ഇരകളാക്കപ്പെടും. അത് വളരെ സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനത് ലെറ്റ്സ് സ്റ്റേ ഹിയർ, ലെറ്റ്സ് സീ വെയർ ഇറ്റ് ഗോസ് എന്നൊരു ഇതിലോട്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഓരോ ആളുകൾ അവരവരുടേതായിട്ടുള്ള റോള് നിർവഹിക്കാനുണ്ട്. എനിക്ക് പറ്റാവുന്നത് അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് എന്നെ സംബന്ധിച്ച് ഒരു മുസ്ലിം ഹേറ്റ്രഡ് അതെന്റെ ഒരു ആശയമേ അല്ല. ഞാൻ അതിനോട്
കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ആണ്. അതിനോട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അതിന് എതിരെ സംസാരിക്കുന്ന ഒരാളുമാണ്. ഈ അതേ വേൾഡ് സമയത്ത് വാർ ടൂന് ശേഷം ഉം, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഞാനത് എവിടെയോ വായിച്ചതാണ്. ഉം, വേൾഡ് വാർ ടൂന് ശേഷം ആരോടാന്ന് എനിക്ക് ഓർമ്മയില്ല, ടു ബി ഓണസ്റ്റ്. ഇവര് ചോദിച്ചു വാട്ട് വാസ് ദ റൂട്ട് കോസ് ഓഫ് ദ കൈൻഡ് ഓഫ് ഹേറ്റ്രഡ് ദാറ്റ് വി സോ ഇൻ വേൾഡ് വാർ ടു എന്ന് ഉം, ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇറ്റ് ഇസ് പ്രെജുഡിസ്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്, ഈ ഉം, ഒരു കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെയാ, ഈ ഉം, റേസിൽ വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്, ഉള്ള ഒരു പ്രെജുഡിസ് കാരണം ഉണ്ടായ വെറുപ്പാണ് ഇതിന്റെ ബേസിസ് എന്ന് പറയുന്നത്. ഉം. And I feel it's true and that's what we're doing. ഇപ്പോൾ നമ്മൾ 40 Rules of Love എന്ന് പറഞ്ഞ എലഫ് ഷഫക്കിന്റെ ബുക്ക് വായിക്കുമ്പോൾ അതിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാനത് വാട്സ്ആപ്പ് ചെയ്ത് തരാം, so you can play that. So the thing is, the 13th century is not that different from the 21st century. ഇന്നും നമുക്ക് മനുഷ്യന്മാരുടെ ഇൻസെക്യൂരിറ്റീസ് കാരണം ഉണ്ടാകുന്ന യുദ്ധങ്ങളും റിലീജിയസ് ടെൻഷൻസും ഉണ്ട്, അന്നും അതുണ്ട്. അല്ല, ഇതിൽ നിന്ന് അതുണ്ട്. ഞാൻ പുറത്ത് പറയുന്നത് വരിക എന്നതാണ് നമ്മൾ ഇതെങ്ങനെ പ്രോഗ്രഷൻ എന്ന് ഉരുത്തിരിഞ്ഞു വന്നു ഉദ്ദേശിക്കുന്നത്. എന്നതിനപ്പുറത്തേക്ക് ഇത് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനം. ഇപ്പൊ മുസ്ലിം അപരവൽക്കരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ലോകത്തെമ്പാടുമുള്ള റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപരവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ഒരു ഹേറ്റ്രഡ് തന്നെ. നമുക്ക് മീൻസ് അന്യതാബോധം എന്നൊക്കെ നമ്മൾ പറയും. അതിനെന്താ പറയാ, ഒരു ഇസ്ലാമോഫോബിയ ആണോ ഉദ്ദേശിച്ചത്? ഇസ്ലാമോഫോബിയ എന്ന് നമ്മൾ പറയുന്ന ഈ സാധനത്തിന്റെ ടൂളാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമോഫോബിയ എങ്ങനെയാണ് ഇവർ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ പ്രശ്നമാണ് എന്നൊരു അവബോധം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ അതായത് ഈ രാജ്യം ഇപ്പൊ ഇന്ത്യയില് സംഘപരിവാർ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതാ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ട് പോവാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് അത് മാത്രമല്ല പറയാ, അതിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്താൻ ഒറ്റ പാർട്ടിയുള്ളത് BJP ആണെന്ന് പറയും. ഇത് പറഞ്ഞപ്പോ എനിക്ക് നമ്മളുടെ സൈക്കോളജിയിൽ ഒരു ടേം ഉണ്ട്, ഐ ടെൽ ദാറ്റ് ഓൾസോ. ഇറ്റ്സ് കോൾഡ് കോഗ്നിറ്റീവ് ഡിസണൻസ്. അതായത് ഇപ്പോ നമ്മള് നമുക്കൊരു വയസ്സ് അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഡിഫൈൻ ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് വരും. അതായത് ഐ ആം ദ ഡോട്ടർ ഓഫ് സോ ആൻഡ് സോ ആൻഡ് ദ സൺ ഓഫ് സോ ആൻഡ് സോ, ഐ ആം എൻ ഇന്ത്യൻ, ഐ ആം എ പേഴ്സൺ ബിലോങ്ങിങ് ടു ദിസ് റിലിജൻ എന്നതും കൂടി നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റി വാട്ട് ആർ യു എന്നത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമായി. അപ്പൊ നമ്മളൊരു 4 വയസ്സുള്ള ഒരു കുട്ടീനെ സ്കൂളിൽ ചേർക്കുമ്പോൾ റിലിജൻ ചോദിക്കും, എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ വരുമ്പോ ഈ ഒരു സാധനം ഇവര് വാട്ട് ആർ യു എന്നതിന്റെ ഒരു ഡെഫിനിഷനായി മാറും. സ്വയം പറയുമ്പോൾ വാട്ട് ആർ യു എന്ന് ചോദിച്ചാൽ അവർ സ്വയം പറയുന്ന ഒരു ഡെഫിനിഷനായി മാറും. ഈ ഒരു സാധനത്തിന് എന്തെങ്കിലും ഒരു ത്രെട്ട് വന്നാല് മനുഷ്യന്മാരുടെ ബേസിക് ഇൻസ്റ്റിങ്ക്ട് എന്ന് പറയുന്നത് നമ്മള് സിഗ്മണ്ട് ഫ്രോയിഡ് നോക്കുകയാണെങ്കിൽ അവര് മൈൻഡിനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഇഡ് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ട്. ഈ ഇഡ് എന്ന് പറഞ്ഞ ലെയറിൽ അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്ട്. ഇതിന്റെ അകത്ത് വരുന്ന 3 ഘടകങ്ങളുണ്ട്. ഒരെണ്ണം അഗ്രഷൻ, ഒരെണ്ണം സെക്സ്, ഒരെണ്ണം ഹങ്കർ. 3 ബേസിക് നീഡ്സ്. അതിന്റെ മുകളിൽ ഈഗോ സൂപ്പർ ഈഗോ ഉണ്ട്, ഞാൻ അതിലോട്ട് പോകുന്നില്ല. അപ്പൊ ഈഗോയില് നമുക്ക് ഡിഫെൻസ് ഉണ്ട്. ഈഗോയില് നമുക്ക് ഡിഫെൻസും അതേപോലെ തന്നെ അതായത് ഈ ഇതില് വരുന്ന ഭാഗങ്ങളൊക്കെ അൺകോൺഷ്യസ് ആണ്, നമ്മൾ അറിയാതെ നമ്മളുടെ അടുത്ത് വന്നു പോകുന്ന റെസ്പോൺസസ് ആണ്. ഹങ്കർ ആയാലും അഗ്രഷൻ ആയാലും സെക്ഷുവൽ ഇൻസ്റ്റിങ്ക്ട്സ് ആയാലും ഇറ്റ്സ് അൺകോൺഷ്യസ്. ഈഗോയില് വരുന്ന സാധനങ്ങൾ ഒരെണ്ണം ഡിഫെൻസ് മെക്കാനിസം, അത് അൺകോൺഷ്യസ് ആണ്. അതിന്റെ കൂടെ ഒരു കോൺഷ്യസ് കമ്പണന്റ് ഉണ്ട്, നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യം. സൂപ്പർ ഈഗോന്റെ മുകളിൽ കോൺഷ്യസും അൺകോൺഷ്യസും ഉണ്ട്. പക്ഷെ ഈ സൂപ്പർ ഈഗോ ആണ് നമ്മളുടെ സെൻസ് ഓഫ് മൊറാലിറ്റി, നമ്മുടെ സെൻസ് ഓഫ് എത്തിക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഈഗോ എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജ് പോലെയാണ്, റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും നമ്മൾ അതിന്. അപ്പൊ ദ ബേസിക് ഇൻസ്റ്റിങ്ക്ട് വുഡ് ബി ദാറ്റ്. അപ്പൊ നമ്മൾ ഒരാളിനെ threaten ചെയ്താൽ they will take out their defense, which is basically unconscious. If you threaten them further, yes, sure. നാളെ വരാൻ പറ രാവിലെ. If you threaten them further, അവര് അഗ്രഷൻ പുറത്തോട്ടെടുക്കും. ഇപ്പൊ ഞാൻ ഒരാളോട് പറയാണ്, നിങ്ങൾ ഇത്രയും കാലം വിചാരിച്ചിരുന്ന അച്ഛൻ നിന്റെ ശരിക്കുള്ള അച്ഛനല്ല, ഇറ്റ്സ് someone else എന്ന് പറയുമ്പോ അവർക്ക് ഉണ്ടാകുന്ന ഒരു സെൻസ് ഓഫ് ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്, അത് ഭീകരമാണ്. അവര് അപ്പൊ എന്താ ചെയ്യുന്നു, അവർക്ക് തന്നെ പറയാൻ പറ്റുന്നുണ്ടാവില്ല. അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച്. അതേപോലെ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ മുതൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് റിലിജൻ. അപ്പോ യുവർ റിലിജൻ ഇസ് റോങ് എന്ന് ഞാൻ ഒരാളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ യുവർ റിലിജൻ ഇസ് അണ്ടർ ത്രെറ്റ് എന്നൊരു ഹിന്ദുവിനോട് പറയുമ്പോൾ ദേ ആർ സ്കേർഡ്. കാരണം അവരുടെ ഡെഫിനിഷനെയാണ് നമ്മൾ ത്രെറ്റൻ ചെയ്യുന്നത്. അവരുടെ ഡിഫെൻസ് ത്രെറ്റ് കൂടിയ
ആണ്. ആ ത്രെട്ട് കൂടിയാൽ അവിടെ അഗ്രഷൻ വരും. സോ അത് നമ്മൾ കോഷ്യസ് ആവണം. ദിസ് ഈസ് ജസ്റ്റ് ഇതിന്റെ രണ്ട് സൈഡാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മുസ്ലിങ്ങൾ ആകെ അപകടത്തിലാണെന്ന് ഇപ്പോഴല്ല, BJPയും RSSും ഒക്കെ അധികാരത്തിന്റെ 7 അയലത്ത് പോലും ഇല്ലാത്ത കാലത്ത് ഇവിടെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരണം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അത് അവരുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ അപകടത്തിലാകുന്നതല്ല. അവരുടെ ഉദ്ദേശം എങ്ങനെങ്കിലും ഒരു മുസ്ലിം പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടാക്കൽ തന്നെയാണ്. അത് തന്നെയാണ് അവരും അതിന്റെ മറുപടി അവരും ചെയ്യും. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വന്ന എന്താ രക്ഷകനാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് അതേ സൈക്കോളജിനെ ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഇന്റർനാഷണൽ ലെവലില് എല്ലാ റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടികളും ഒരു പ്രധാനപ്പെട്ട ത്രെട്ടായിട്ട് ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറെ ആളുകള് അതിനകത്ത് കൺവിൻസ് ആവുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോഴും നമ്മുടെ നാട്ടിൽ പോലും അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പോ ഈ ഇസ്രായേലിന്റെ ഈ ഇസ്രായേലിൽ വംശഹത്യ ഒന്നുമില്ല, അതൊക്കെ വെറുതെ UN ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ്, അത് UN പ്രൊപ്പഗാൻഡ ആണെന്ന് വരെ പറയുന്ന മനുഷ്യരുണ്ട്. അവരത് പറയാൻ പ്രേരിപ്പിക്കുന്ന എന്താണ്? ഇത് തന്നെയാണ് ഇസ്ലാമോഫോബിയ. ഈ ഇസ്ലാമോഫോബിയൊക്കെ ശരിക്കും നമ്മള് തീയില് കെറസിൻ ഒഴിച്ചു കൊടുക്കുന്ന പോലത്തെ കാര്യങ്ങളാണ് ഈ മുസ്ലിം സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ്. അപ്പൊ ഈ ഇസ്ലാമോഫോബിയ വളർത്താൻ അല്ലെങ്കിൽ അത് പടർത്താൻ, അത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഡെലിവർ ചെയ്യുന്നത് ഇവരാണ്. ആയുധങ്ങളെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഇസ്ലാമിക് ഓർഗനൈസേഷൻസ് ആണ്. എന്നിട്ട് ഞങ്ങളെ നിലവിളി ഒരു ഭാഗത്ത് നിലവിളിയാണ്. അപ്പൊ ഇത് അവസാനിപ്പിച്ചിട്ട് ഇതിന്റെ ഇഷ്യൂ എന്താണോ അത് ക്ലിയർ ചെയ്യാൻ ഇവരൊക്കെ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗം, ആള് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളാണ്. ആളുടെ ഒരു പ്രസംഗം ഇടക്കാലത്ത് ഉത്തരേന്ത്യയിലൊക്കെ ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചത് 10 വർഷം കൊണ്ട് കേരളം ഇസ്ലാമിക രാജ്യമാവാൻ പോകുന്നതാണ്. അയാൾ പറഞ്ഞു. പക്ഷെ അയാൾക്ക് ബോധമല്ല എന്ന് പറഞ്ഞാൽ അയാൾ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് ഈ AP സുന്നികൾ EK സുന്നികളുടെ ഒക്കെ ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് യഥാർത്ഥ തൗഹീദ്, യഥാർത്ഥ ഇസ്ലാമിന്റെ പ്രദേശമാക്കി മാറ്റിത്തരാം. ഈ സുന്നി പള്ളികളുടെ മെമ്പറുകളൊക്കെ ഞങ്ങൾക്ക് മുജാഹിദുകൾക്ക് വിട്ടു തന്നാൽ മതി, 10 കൊല്ലം കൊണ്ട് കേരള ഇസ്ലാമിക രാജ്യമാക്കി തരാന്ന് പറഞ്ഞ. ഓ മൈ ഗോഡ്. പക്ഷെ അത് ആകെയുള്ള അറിവ് എന്ന് പറയുന്നത് കിതാബ് മാത്രമാണ്, വേറെ ബോധം പൊക്കണമൊന്നുമില്ല. അതാ പ്രശ്നം. ഞാൻ ചിലപ്പോ പറയും BJPക്കാർക്ക് ബിരിയാണി കൊടുക്കുവരും അറിയും. അതെ, അതാണ് ഇവര് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും അതങ്ങനെ നടക്കട്ടെ. എന്തായാലും നമുക്ക് ബാക്കി വേറൊരു സമയത്ത് സംസാരിക്കാം ഇനിയും. ഇത് അപ്ലോഡ് ചെയ്യാനെങ്കിൽ ഒന്ന് എനിക്കൊരു മെസ്സേജ്. താങ്ക് യു. ബൈ ബൈ.